ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ ഖാസിമി ആണ് അടുത്ത ക്ലാസ് അവതരിപ്പിക്കുന്നത്. അതിന് ബഹുമാനപ്പെട്ടവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. ما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനമുള്ള സ്റ്റേജിൽ ഉപരിഷ്ഠരായ മുഹമ്മദ് ഫൈലി, ഹമീദ് ഫൈലി, അസീസ് ഫൈലി, MP തുടങ്ങിയ സമസ്തയുടെയും മങ്കട മണ്ഡലത്തിൻ്റെയും സമന്വിതായ നേതാക്കളെ, ഈ മഹത്തായ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടിയ മങ്കട മണ്ഡലം സുന്നി പ്രവർത്തന മേഖലയിലെ കർമ്മധീരരായ ഭടന്മാരെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ, അതിൻ്റെ നിജസ്ഥിതികളുമൊക്കെ വളരെ വിശദമായി ഇവിടെ പ്രതിപാദിക്കപ്പെട്ട ഈ സദസ്സ്, അതിനെ തുടർന്നുള്ള എൻ്റെ വിഷയം അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വിഷയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ ആ വിഷയത്തിൽ നിന്നും പൂർണ്ണമായും മറ്റൊരു വിഷയത്തിലേക്ക് തിരിച്ചുവിടേണ്ടതുണ്ട്. എനിക്ക് നൽകിയ വിഷയം മതവിദ്യാഭ്യാസം വികൃതമാക്കപ്പെടുന്നോ, ഒരു ചോദ്യചിഹ്നം. മതവിദ്യാഭ്യാസ രംഗം, അതിൽ വല്ല വൈകല്യങ്ങളും വൈകൃതങ്ങളും ഈ സമീപകാലത്ത് വന്നു ചേർന്നിട്ടുണ്ടോ? അതല്ല വളരെ നല്ല നിലയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ? അതല്ല പൂർവോപരി ശക്തിയായിക്കൊണ്ടാണോ? അതല്ല പൂർവസ്ഥിതിയിൽ നിന്നും അല്പം മന്ദഗതിയിലാണോ? എന്നിത്യാദി ചോദ്യങ്ങളെല്ലാം വ്യംഗ്യന്തരേണ ആ ക്വസ്റ്റ്യനിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ മതവിദ്യാഭ്യാസ സമ്പ്രദായം 4 സ്ട്രീമുകൾ ഇവിടെ ഉണ്ട്. ഇന്നത്തെ നമ്മുടെ മതവിദ്യാഭ്യാസം, ഒന്ന് സ്കൂൾ 5 മദ്രസ 5 കഴിഞ്ഞ വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ദാറുൽ ഹുദയുടെ ഒരു സ്കീം. രണ്ടാമത്തെ ഒരു സ്ട്രീമാണ് സ്കൂൾ വിദ്യാഭ്യാസം 7ാം ക്ലാസ്സിൽ അവസാനിപ്പിച്ച് ഫൈസി ജൂനിയർ കോളേജുകൾ അല്ലെങ്കിൽ സമാനമായ പള്ളി ദർസുകൾ. മൂന്നാമത് ഒന്നാണ് SSLC വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വാഫി കോഴ്സുകൾ. നാലാമതൊരു വിദ്യാഭ്യാസമാണ് ഇതൊന്നുമല്ലാതെ പള്ളി ദർസുകളിൽ പഠിച്ചുകൊണ്ട് ഉന്നത ബിരുദത്തിന് മറ്റു മതസ്ഥാപനങ്ങളെ അവലംബിക്കുന്ന മറ്റൊരു രീതി. ഈ 4 രീതികളാണ് ഇന്ന് ഇവിടെ നിലവിലിരിക്കുന്നത്. ആ 4 രീതിയിൽ ഏത് നല്ലത് ഏത് മോശം എന്ന് വിലയിരുത്തേണ്ട ഒരാവശ്യവുമില്ല. കാരണം ഇത് പരസ്പര സംഘട്ടനമില്ല. ദാറുൽഹുദയുടേതൊക്കെ 5ാം ക്ലാസ്സാണ്. ഫൈസിയുടേത് കൂടുതലും അതിന് പുരോഗമനപരമായ നിലയിൽ നടക്കുന്നത് 7ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ്. വാഫിയുടേത് 10ാം ക്ലാസ് കഴിഞ്ഞാണ്. ഫൈസിയുടേതും 10ാം ക്ലാസിന്റെ ഉണ്ട്. ദർസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ആ ദർസുകളിൽ നിന്ന് തന്നെ ഇന്ന് സ്കൂൾ വിദ്യാഭ്യാസം നേടുന്നു, +1 പഠിക്കുന്നു, +2 പഠിക്കുന്നു, ഡിഗ്രി പഠിക്കുന്നു. ഏത് നിലയിൽ നോക്കിയാലും ഇന്ന് വിദ്യാഭ്യാസ രംഗം വളരെ വളരെ ബഹുക്ഷേമവും ബഹു ഉഷാറുമാണ്. ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികള്, നമ്മുടെ മതസ്ഥാപനങ്ങളിൽ നിന്ന് ബിരുദം നേടിയ വിദ്യാർത്ഥികൾ, അത് ഒരു സ്ഥാപനമോ ഒരു വിഭാഗമോ മാത്രം ഞാൻ പറയുന്നില്ല, എല്ലാ വിഭാഗങ്ങളിലും വളരെ പ്രഗത്ഭമതികളായ കുട്ടികൾ ഇന്ന് നമ്മൾക്കുണ്ട്, പണ്ഡിതന്മാർ. ഒരു കാലത്ത് നമ്മുടെ ഏറ്റവും വലിയ അഭാവം
ഭാഷാരംഗത്തായിരുന്നുവെങ്കിൽ ഇന്ന് ഭാഷാരംഗം നമ്മൾ വളർന്ന് ഇംഗ്ലീഷ് പ്രസംഗിക്കാനും ഇംഗ്ലീഷ് പഠിപ്പിക്കാനും പണ്ഡിതന്മാരെ പറ്റുകയുള്ളൂ എന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ ആ നിലയിൽ മതവിദ്യാഭ്യാസത്തിന്റെ ഒരു വശത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, മതവിദ്യാഭ്യാസത്തിന്റെ ഭൗതികമായ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് വളരെ ഉയർന്നാണുള്ളത്. എന്റെയൊക്കെ പഠന കാലഘട്ടത്തിൽ ഒരു SSLC പാസ്സായ ഒരു മതവിദ്യാർത്ഥി 100 വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. അതിന്റെ മുമ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മതവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അന്ന് ഭൗതിക വിദ്യാഭ്യാസം വളരെ കുറവായ ഒരവസ്ഥയായിരുന്നു. സ്കൂളിൽ പോകുന്നില്ല, ഭൗതിക വിദ്യാഭ്യാസം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, സ്കൂളിൽ പോകുന്ന അവസ്ഥയില്ല. ഇന്നിപ്പോ ശരാശരി ഒരു കുട്ടി പള്ളി ദർസിൽ പഠിക്കുന്ന കുട്ടിയാകട്ടെ, അല്ലെങ്കിൽ അറബി കോളേജുകളിൽ നിന്ന് പഠിക്കുന്ന കുട്ടിയാകട്ടെ, +2 എന്നത് ഒരു ശരാശരി വിദ്യാഭ്യാസം എന്ന നിലവാരത്തിലേക്ക് നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ, എഴുത്ത് രംഗത്തും പ്രസംഗ രംഗത്തും മറ്റ് പലതരം രംഗത്തും നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഈ പ്രത്യേകിച്ചും ഒരു 10-30 വർഷങ്ങൾക്കിടയിൽ നമ്മൾ വളരെ സമൂലമായ ഒരു പരിവർത്തനവും ഒരു വലിയ പരിഷ്കരണവും ഒരു മാറ്റവും ഇവിടെ വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്ന് പറഞ്ഞാൽ കാലത്തിനനുസൃതമായി നീങ്ങാനുള്ള ഒരു അവസ്ഥാവിശേഷം നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. അത് ഇന്ന് മറ്റ് പ്രസ്ഥാനക്കാർക്കിടയിൽ പോലും ഒരു ചർച്ചാ വിഷയമാണ്. ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ അനുഭാവിയായ ഒരാൾ എന്നോട് പറയുണ്ടായി, നിങ്ങൾ ഈ നിലയിൽ നീങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ട അതേ അബദ്ധത്തിൽ നിങ്ങളും പെടും എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ പെട്ട അപകടം? ഒന്നുമല്ല, ഞങ്ങൾ ശാന്തപുരം ഇസ്ലാമിയ അറബി കോളേജിൽ കുട്ടികൾ പരീക്ഷയ്ക്ക് ഇരുത്തി ഭൗതികമായി ഉയർത്തി വളർത്തി. അവരൊക്കെ ഭൗതികമായ അധ്യാപന രംഗത്തേക്ക് തിരിഞ്ഞു. അവസാനം മതരംഗം കൈകാര്യം ചെയ്യാൻ എവിടുന്നേലൊക്കെ ഇറക്കുമതി ചെയ്യേണ്ട ഒരവസ്ഥയിലെത്തി. അവസാനം ഇപ്പൊ ജാമിയ ഇസ്ലാമിയുടെ തീരുമാനം അവിടെ പഠിക്കുന്ന കാലഘട്ടത്തിൽ വേറെ ഒരു പരീക്ഷയ്ക്ക് എഴുതാൻ പാടില്ല എന്നുള്ളതാണ്, അവരെ പരീക്ഷ അല്ലാതെ. നിങ്ങൾ ഈ നിലയിൽ ഉയർന്നുയർന്നു പോകുന്നത് വളരെ ശരി തന്നെയാണ്. പക്ഷേ മതരംഗം കൈകാര്യം ചെയ്യുന്നതിലൊരു ശുഷ്കാവസ്ഥ ഈ നിലയിൽ നീങ്ങിയാൽ നിങ്ങൾക്കുണ്ടാവുമെന്ന് 10 വർഷം മുമ്പ് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞെങ്കിൽ, ഇന്ന് ആ നിലയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നോ എന്ന ഒരു ആശങ്ക നമ്മളിലുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഒരു നിലയിൽ നോക്കുമ്പോൾ ഭൗതിക രംഗം വളരുന്നതിനനുസരിച്ച് മതരംഗത്തൊരു ശുഷ്കാവസ്ഥ, അഥവാ അവിടെ ഒരു വൈകൃതവും ഒരു വൈകല്യവും നമുക്കിന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വളരെ കുലങ്കഷമായി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ ഇന്ന് ഏതായിരുന്നാലും ഇന്ന് നിലവിലുള്ള എല്ലാ ഈ വിദ്യാഭ്യാസ സമ്പ്രദായവും ആത്മീയമായൊരു വശം, അതിൽ പൊതുവിൽ പറഞ്ഞാൽ മേപ്പടി ചേർക്കാൻ എല്ലാത്തിലും ഉണ്ടെങ്കിൽ പോലും ആത്മീയയുടെ വശത്തിലേക്ക് ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്നില്ല എന്നത് ഒരു വളരെ ദയനീയമായൊരവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ലോകം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, ലോകം ഇന്ന് എത്തി നിൽക്കുന്നത് പുത്തൻ പ്രസ്ഥാനക്കാരൊക്കെ ഇപ്പോ അവരിങ്ങനെ അന്തം മുട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോ ശാസ്ത്രീയമായ ഗവേഷണങ്ങളും പഠനങ്ങളൊക്കെ ഇങ്ങനെ തെളിയിച്ച് ഇപ്പൊ ഒരുപാട് ആ വിഷയത്തിൽ വളർന്നു വന്ന് തസവുഫിലേക്കാണ് ഇപ്പൊ എത്തിച്ചേർന്നിരിക്കുന്നത്. അവസാനം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരുപാട് നേതാക്കന്മാർ ഇപ്പോ എല്ലാം വേണ്ടാന്ന് വെച്ച് തസവുഫിലെത്തി തെരീഖത്തിൽ കടന്നിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഗത്ഭരായ പല എഴുത്തുകാരും ഇന്ന് തെരീഖത്തിന്റെ ആളുകളായിരിക്കുകയാണ്. അതിൽ ചിലർ നൂരിഷാ തെരീഖത്തിന്റെ ആളുകൾ വരായിട്ടുണ്ട്. മറുപക്ഷം ആളുകളെയും അവസ്ഥ, മുജാഹിദ് വിഭാഗത്തിന്റെ അവസ്ഥ, ആത്മീയതയുടെ ആ മൂല്യ ശോഷണത്തിൽ പരിതപിച്ച് ഇത് ഈ നിലയിൽ പോയാൽ നമ്മൾക്ക് വലിയ പതനം സംഭവിക്കുമെന്ന് അവർ ഉള്ളാൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നമ്മളുടെ ഉയർച്ചയും നമ്മുടെ വളർച്ചയൊക്കെ നമ്മൾ മതമൂല്യം മുറുകെ പിടിച്ചതുകൊണ്ട് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് 2 വകുപ്പും ഇതിനുണ്ട്. ഒരു ഭൗതികമായ ഉയർച്ചയുള്ളതോടൊപ്പം തന്നെ ആത്മീയമായ ചെറിയൊരു തളർച്ച, ഇന്ന് ഒരു മൂല്യ ശോഷണം പൊതുവിൽ എല്ലാ മേഖലകളിലും ഉണ്ട്.
ഏത് വിഭാഗമായിരുന്നാലും ഇന്ന് നിലവിലുള്ള എല്ലാ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും അല്പാൽപ്പം മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എല്ലായിടത്തും ഇത് മാറ്റിയെടുത്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു വൈകല്യവുമില്ല. പിന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ചും ഇന്നത്തെ യുവതലമുറയും പണ്ഡിതന്മാരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ അത്ര വലിയ കാര്യങ്ങളൊന്നും നേടിയിട്ടൊന്നുമില്ല. നമ്മളെ ധാരണ ഇപ്പം എന്താന്ന് പറയാ, കുറച്ച് ഉറുദും കുറച്ച് ഇംഗ്ലീഷും കുറച്ച് എഴുതാനും കുറച്ച് പ്രസംഗിക്കാനൊക്കെ കഴിഞ്ഞാല് ഞാനൊക്കെ ഒരു വലിയ ആളായിട്ടുണ്ട്, പൂർവ്വകാല പണ്ഡിതന്മാരൊന്നും ഒന്നും അല്ല, ഇപ്പൊ നമ്മളൊക്കെ വലിയ ഇതിലാണ്. യഥാർത്ഥം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇന്ന് എവിടെ എത്തിയിട്ടില്ല. നമ്മൾ കാലത്തിനൊത്ത് നീന്താനുള്ള ചില വിദ്യകളും ചില പ്രാക്ടീസുകളും നേടിയിരിക്കുന്നു എന്നല്ലാതെ നമ്മുടെ അന്തരംഗം പ്രക്ഷോഭിതമാക്കാനുള്ള യാതൊരു കാര്യവും ഇന്ന് നേടിയിട്ടില്ല. അതേ സമയത്ത് ഇവിടെ മുൻ കഴിഞ്ഞ് ജീവിച്ച നമ്മുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ, ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറഞ്ഞാൽ ഒരു 50 വർഷം മുമ്പ് നമുക്കിടയിൽ ജീവിച്ച് മറഞ്ഞുപോയ, അല്ലെങ്കിൽ 50 കൊല്ലം മുമ്പ് പ്രവർത്തന ഗോതയിൽ ഇറങ്ങിയത് അടുത്ത കാലത്ത് തന്നെ മരണപ്പെട്ടു പോയ ആ പണ്ഡിതന്മാർ നേടിയെടുത്ത കഴിവ് ആധുനിക തലമുറ നൂതന പണ്ഡിതന്മാർ നേടിയെടുത്തിട്ടുണ്ടോ എന്നത് നമ്മളൊരു പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ നിസാമിയ സിലബസ് പഴയ കാലത്ത് പള്ളി ദർസുകളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിനനുസരിച്ച ഒരു ഭൗതിക വിദ്യാഭ്യാസ സമന്വയമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പൂർവ്വകാല വിദ്യാഭ്യാസ സിസ്റ്റം. എന്തൊരു സമന്വയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം, ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ പണ്ഡിതന്മാരാണ്. ഇന്ന് നമ്മൾ പലതും ഉപേക്ഷിച്ചെങ്കിൽ പോലും ഒരു കാലത്ത് ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലില്ല. ഇന്നിപ്പോ മലപ്പുറം ജില്ല 95-ലൊക്കെ എത്തിയിരിക്കുകയാണ് SSLC എങ്കിൽ, ഒരു 25 കൊല്ലം മുമ്പ് 15% നമ്മൾ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് SSLC ശതമാനം കൂട്ടാൻ തന്നെ ഉണ്ടാവില്ല. ആ ഒരവസ്ഥയിലുള്ള നമ്മൾ ഇന്ന് നമ്മൾ വളരെ ഉയരുകയും വളരുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ രീതി ഏത് രീതിയിലാണ് നീങ്ങിയിരുന്നത്? ആ പൂർവ്വകാല പണ്ഡിതന്മാർ നേടിയെടുത്ത കഴിവുകൾ നമ്മൾ നേടിയിട്ടുണ്ടോ? ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായ സമന്വയ വിദ്യാഭ്യാസം അക്കാലഘട്ടത്തിന് അനിവാര്യമായി. ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പ് കൂടെ കുറെ ഇംഗ്ലീഷിൽ ഇങ്ങനെ കുറെ പ്രസംഗിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞ കാലത്തിനനുസൃതമായ വിദ്യാഭ്യാസ രീതിയാണ് നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒരു 1920-കളിൽ അല്ലെങ്കിൽ ഒരു 1930-കളിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഏറെക്കുറെ 1980 വരെ സാർവത്രികമായി നടന്ന വിദ്യാഭ്യാസ സമ്പ്രദായം. ആ കാലഘട്ടത്തിൽ ഭാഷകളുടെ കാര്യം അവിടെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം, ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അർത്ഥത്തിലുള്ള ഭൗതികവും മതവും സമന്വയിച്ച ഒരു ആത്മീയ പണ്ഡിതനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താ ആത്മീയത സമന്വയിക്കാൻ കാരണം? ചെറുപ്പ കാലഘട്ടങ്ങളിൽ തന്നെ സലാഹുദ്ദീനും റസാനത്തും ശംസുല്ലീമാനും മറ്റേതിന്റെ എല്ലാ പേറ്റുകളും പഠിച്ച് അതുക്കിയ ഓതി, അതേപോലെ തന്നെ മിന്നാജ് ഓതി, ഇർഷാദ് ഓതി, മുർഷിദ് ഓതി, അങ്ങനെയൊക്കെ തസവ്വുഫിന്റെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടത് കൊണ്ട് അവന്റെ അന്തരംഗം ആത്മീയത പ്രശോഭിച്ചു. ഭൗതികമായിട്ടാവട്ടെ എന്തൊക്കെയാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതാണ് പഠിക്കാത്തത്, അതാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ ഈ നാടുകളിൽ പഴയകാലം മുതൽ അവലംബിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ വളരെ നൂതനമായ സമ്പ്രദായം, അതെന്താ നമ്മൾ പഠിക്കാത്തത്? ഓരോ കിതാബുകൾ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാലോ. ഇപ്പൊ ഹുലാസ എന്ന് പറഞ്ഞപ്പോ ഏതോ ഏപ്പിക്കാർക്ക് ചെറിയ ഫിക്കിന്റെ കിതാബ് ഇപ്പൊ അതാക്കി മാറ്റിക്കുന്ന ആൾക്കാർ. ഹുലാസത്തുൽ ഹിസാബ് എന്ന് പറഞ്ഞ ആ കിതാബ് ഒരു 50 വർഷം മുമ്പ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് മുമ്പ് അന്നേ ഇവിടെ നിലവിലുണ്ടല്ലോ ഈ ഹുലാസ ഓത്ത്. ഈ ഹുലാസ ഓതുമ്പോഴാണ് നമ്മളൊക്കെ കുറച്ചൊക്കെ സ്കൂളിന്റെ മിറ്റൊക്കെ കണ്ടെങ്കിലും കൂടിയിട്ട് ഭിന്നിതം കൈകാര്യം ചെയ്യാൻ പഠിച്ചിട്ടുള്ളത് ഹുലാസ ഓതിയിട്ടാണ്. നോക്കണങ്ങൾ, ഭിന്നിതത്തിന്റെ അതിന്റെ ഹരണവും അതിന്റെ ഗുണനവും അതിന്റെ കൂട്ടലും അതിന്റെ കിഴിക്കലും ഇത് പഠിച്ചത് എന്നെ പോലുള്ള ആളുകൾ പള്ളി ദർസുകളിൽ നിന്ന് പഠിച്ചിട്ടാണ്. അപ്പൊ ആ കാലഘട്ടം, അത് ഇന്റെ കാലഘട്ടമല്ല ഞാൻ പറഞ്ഞു, എന്റെയും ഒരു 50 കൊല്ലം മുമ്പുള്ള കാലഘട്ടം. അന്നൊരു മൂല്യർക്ക് ഭിന്നിതം കൂട്ടാനറിയാം. 3/4 ഇൻറ്റു 4/2 സമം ഇത്ര എഴുതാൻ അന്നൊരു പണ്ഡിതന് കഴിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം.
അന്ന് അത് കഴിഞ്ഞിരുന്ന ആൾ ഇവിടെ ആരാ? ഇവിടുത്തെ നാടൻ കാക്കാമാർക്ക് കഴിഞ്ഞിരുന്നോ? ഇല്ല. ഇവിടുത്തെ ഹരിജന ഗിരിജന വർഗങ്ങൾക്ക് കഴിഞ്ഞിരുന്നോ? ഇല്ല. ഇവിടെ നായർ നമ്പൂരിമാർക്ക് കഴിഞ്ഞിരുന്നോ? ചെറിയൊരു ശതമാനം. അന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതാണ്. ഈ കണക്കും ഇതുപോലുള്ള കാര്യങ്ങളും അറിയാൻ മലയാളം എഴുത്ത് അറിയുന്ന, ആര്യൻ എഴുത്ത് അറിയുന്ന നായർ നമ്പൂരി സമൂഹത്തിൽപ്പെട്ട ഒരു ചെറിയ വിഭാഗം. അത് തന്നെ പെണ്ണുങ്ങൾക്ക് പഠിക്കാനേ പാടില്ല. ആ കാലഘട്ടത്തിലാണ് നമ്മളെ പണ്ഡിതന്മാർ എത്രത്തോളം ഖുലാസത്തുൽ ഹിസാബിൽ എന്താ പറയുന്നത്? ജസർ എടുക്കേണ്ട രൂപം പോലും ഇപ്പൊ ആധുനിക കണക്കുകളിലുള്ള അല്ലെങ്കിൽ അർബഅത്തുൽ മുതനാസിബ ഇങ്ങനെയുള്ള ഓരോരോ കണക്കുകൾ, നൂതനമായ കണക്കുകൾ മുഴുവനും ഒരു സാധനത്തിന്റെ ക്യൂബിഡ്, എം ക്യൂബിഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? കഅബ എങ്ങനെ എടുക്കല് നിങ്ങൾ ആലോചിച്ച് നോക്കണം. സാധാരണഗതിയിൽ അതിന്റെ സ്ക്വയർ അതെടുക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ കഅബ്, അതിന്റെ ക്യൂബിക് എടുക്കേണ്ടത് എങ്ങനെയെന്ന് ഖുലാസ ഓതിയ മുസ്ലിയാർക്കറിയാം. അതേപോലെ തന്നെ ഒരു പുഴയുടെ വീതി എത്രയാണെന്ന് അളക്കാനുള്ള സംവിധാനം പോലും ഖുലാസയിൽ പറഞ്ഞു. ഇവിടെ നിന്ന നിൽപ്പിന്ന് പുഴയുടെ വീതി അളക്കാനുള്ള സംവിധാനം വരെ പഠിപ്പിക്കുന്നു. അത് എന്തിനു പഠിച്ചു? നമ്മുടെ ദീനിന്റെ ഭാഗമായിട്ട്. അതനുസരിച്ച് നമ്മുടെ പണ്ഡിതന്മാർ പ്രവർത്തിച്ചു. ആ അളവിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു. അതേപോലെ തന്നെ കണ്ടിട്ടില്ലേ എന്താ ഊക്ലിദിസ് എന്ന കിതാബ്? യൂക്ലിഡ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ഉണ്ടാക്കിയ കിതാബാണത്. നമ്മളെ പൊന്നാനിക്കാരുണ്ടാക്കിയതല്ല. ഊക്ലിദിസ് സൈനുദ്ദീൻ മഖ്ദൂം ഉണ്ടാക്കിയതല്ല. യവന ദാർശനികനായ യൂക്ലിഡ് ഉണ്ടാക്കിയ യൂക്ലിദിസ് അത് മലയാളത്തിലേക്കല്ല അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തത് ബഗ്ദാദിലെ ഖലീഫമാരായിരുന്നു. ആ ഖലീഫമാർക്ക് അതിന് കൊടുത്തത്, അന്ന് ഇവർക്ക് കൊടുത്തത് എന്താ? സ്വർണ്ണമായിരുന്നു അതിന് കൊടുത്ത പ്രതിഫലം. ഭയങ്കര റോയൽറ്റി. നമ്മളൊക്കെ ബുക്ക് ചെയ്തപ്പോ എന്ത് റോയൽറ്റിയാ കിട്ടുന്നത്? അക്കാലത്ത് യൂക്ലിദിസ് അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത് മൊഴിമാറ്റം നടത്തിയതിന് കിട്ടിയത് അത്രയും സ്വർണ്ണായിരുന്നു. അങ്ങനെ ഓരോന്നും തശ്രീൽ അഫ്ലാക്ക്, ആ തശ്രീൽ അഫ്ലാക്കിലെ ആ ഉഫ്കിനെ പറ്റി അങ്ങനെ പറയുമ്പോൾ നമ്മൾ അന്തം വിട്ടുപോകും. നമ്മുടെ പൂർവ്വകാല സൂര്യകൾ നേടിയ കഴിവുകൾ. ഉഫ്ക് ഹിസ് ഉണ്ട്, ഉഫ്ക് ദൂലാബ് ഉണ്ട്, ഉഫ്ക് തിർസുണ്ട്. എന്നിട്ട് ആ നമ്മളുടെ പണ്ഡിതന്മാർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആ കിതാബിൽ പറയുന്നത് എന്താണെന്നറിയോ? 90 ഡിഗ്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉഫ്ക് ദൂലാബിയായിരിക്കും. അഥവാ അവിടെ ചെന്നാൽ 6 മാസം രാത്രിയും 6 മാസം പകലുവയ്ക്കാൻ. ഞങ്ങളൊക്കെ ഓതിനേക്കാൾ തമ്മിൽ തർക്കിച്ച് അങ്ങനെ ഉണ്ടാവില്ലടാ. എന്താ ഈ പറയണ 6 മാസം രാത്രി 6 മാസം പകലോ? എന്നാ ഉസ്താദിനും പറയാൻ കഴിയും അങ്ങനെ ഉണ്ട്. ഇന്ന് പല ആൾക്കാരവിടെ പോയി കൊടികുത്തി വന്നു. മനസ്സിലായില്ലേ? ആർട്ടിക്കിലും അന്റാർട്ടിക്കിലുമുള്ള സ്വഭാവം എന്താ? സൂര്യൻ ഉദിച്ചാൽ അതിന്റെ രാത്രിയായ ഇറക്കത്തേ ഉള്ളൂ. അപ്പൊ 6 മാസം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. 6 മാസം പകല, പിന്നെ മൂപ്പനോട് അസ്തമിച്ചാൽ 6 മാസം രാത്രി. ഇത് ഇതിലെ പറഞ്ഞ നമ്മളെ പണ്ഡിതന്മാർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത. അതുപോലെ ബുർജുകളെ പറ്റി നമ്മൾ പഠിച്ചു. ഇസ്നേഅശറ ബുറൂജ്, 12 രാശി. അതേപോലെ തന്നെ ഗ്രഹങ്ങളെ പറ്റി ദുഹൽ മുസ്തരി, മിരീഖ്, ശംസും വസുഹറത്തു, ഖതാരീദ്, ഖമറുൻ, സാഖത്ത്, തർതീബ്, സയ്യാരി. അതേപോലെ തന്നെ അസദും സുംബുലത്തും യത്ലൂഹു മീസാനു വഅഖബും ഖൗസും ദൽബു ഹുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ 12 മാസങ്ങൾ. എന്താണ് ഈ 12 മാസങ്ങൾ? 12 രാശികൾ. ഇന്നിപ്പോ നമ്മള് മാതൃഭൂമിയിലും ഇംഗ്ലീഷ് പേപ്പറൊക്കെ എടുത്താൽ നമുക്കിങ്ങനെ കാണാൻ കഴിഞ്ഞു ഒരു ആടിന്റെ കോലം. ഓരോ വാരഫലം നോക്കലുണ്ടോന്നാ ഭാര്യയുടെ മൂല്യന്മാര്. അതായത് വാരഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ജനിച്ച ഓരോ രാശികളുണ്ട്. രേവതി, അശ്വതി, അവിട്ടം, ആയില്യം, മംഗം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ ആൾക്ക് ഈ ആഴ്ചത്തെ ഗുണം എങ്ങനെയാണെന്നാണ് ഈ വാരഫലം പറയുന്നത്. അപ്പൊ ഇതൊക്കെ എവിടെ നമ്മൾ കാണാൻ കഴിയും? 12 കോലം. ഇതൊക്കെ നമ്മുടെ പൂർവ്വകാല പണ്ഡിതന്മാർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അവർക്ക് ഭൗതിക വിദ്യാഭ്യാസം എന്തായാലും അങ്ങേപ്പുറം വേണ്ടത്? ഹന്തസയില് ജോമെട്രിയിൽ നമ്മൾ എവിടെ എത്തിയിരുന്നു? ആ ഉക്ലീസിനെ പറ്റി പറഞ്ഞല്ലോ. ഷെക്കുലാ റൂസ എന്ന് പറയാതെ ആ ഷെക്കുലാ റൂസ ഉണ്ടല്ലോ, പുതിയാപ്പുറക്കോലം. എന്റെ അമ്മ അത് പഠിക്കണമെങ്കിൽ അത്യാവശ്യക്കാർ തലയും തൊട്ടിയൊക്കെ വേണം. ഇതൊക്കെ സുന്ദരമായി പഠിപ്പിക്കുകയും പഠിപ്പിച്ചിരുന്ന ആളുകളാണ്. അപ്പൊ ആ കാലഘട്ടത്തിലേക്കുള്ള ഓരോന്നിലേക്കും വാദപ്രതിവാദത്തിനുള്ള മുനാദറ വരെ വെച്ചില്ലേ? നാച്ചുറൽ സയൻസിന് മൈപതി വെച്ചില്ലേ? നാച്ചുറൽ സയൻസിന്റെ മുഖവിര തന്നെ പറയാണ്. ശരീഅത്ത് മുഹമ്മദിയ മറ്റുള്ളതായ പോളിറ്റിക്സും അതേപോലെ തന്നെ മദനിയത്തൊക്കെ മതിയാക്കിയത് കൊണ്ട് ഇപ്പോൾ ഇവിടെ ഏത് മാത്രമേ പറയണുള്ളൂ? ഇനി ബാക്കിയുള്ള നാച്ചുറൽ സയൻസ്, പ്രകൃതി ശാസ്ത്രം. എങ്ങനെയാണ് മഴ ഉണ്ടാണ്, എങ്ങനെയാണ് ഇടിയുണ്ടാണ്,
പോയത്തങ്ങൾ ഉണ്ടായിരിക്കാം, അത് മറ്റൊരു കാര്യം. എങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ പഴയ കാലം മുതൽ തന്നെ തുടർന്നു വരുന്ന ഒരു വിഷയമാണ് സമന്വയം. പിന്നെ നമ്മൾക്ക് എവിടെയാണ് ഇതിന്റെ തകരാറ് പറ്റിയതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചെറിയൊരു പ്രശ്നം നമ്മൾക്ക് പറ്റി. അത് നമ്മൾക്ക് പറ്റിയതല്ല, ആഗോള തലത്തിൽ പറ്റിയതാണ്. അതായത് ഹിജ്റ 3-ാം നൂറ്റാണ്ട് മുതൽ അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽക്കാണ് ഈ മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിക്കുന്ന സമ്പ്രദായം ആരംഭിച്ചത്. അഥവാ അബ്ബാസിയ ഖലീഫമാരുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഹാറൂൺ റഷീദ്, മഅ്മൂന്, അതേപോലെയുള്ളതായ ഒരു 500 കൊല്ലക്കാലം നീണ്ടുനിന്ന അബ്ബാസി ഭരണമാണ് യഥാർത്ഥത്തിൽ ബഗ്ദാദ് ആസ്ഥാനമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ബഗ്ദാദിൽ അക്കാലഘട്ടത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ബഗ്ദാദിൽ അക്കാലഘട്ടത്തിൽ 25 ലക്ഷം ജനങ്ങളുണ്ട്. അതായത് അബ്ബാസികൾ ഭരിക്കുമ്പോൾ ബഗ്ദാദിൽ 25 ലക്ഷം ആളുകളുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പൊ ബഗ്ദാദികളുടെ ഭരണം, അബ്ബാസികളുടെ ഭരണം അവസാനിച്ചിട്ട് ഏറെക്കുറെ 1800 കൊല്ലായി. ഇപ്പോൾ അവിടെ ഉള്ളത് 18 ലക്ഷം. നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ അന്ന് എത്ര മാത്രം ബുവൈഹികളുടെ ഭരണ കാലഘട്ടത്തിലൊക്കെ സ്ഥാപിച്ച ഹോസ്പിറ്റലുകളാണ് അക്കാലഘട്ടത്തിൽ ലോകത്ത് വെച്ച് ഏറ്റവും ഉയർന്ന ഹോസ്പിറ്റലുകൾ. അവിടെയുള്ള സംവിധാനങ്ങളൊക്കെ പഴയകാല അറബികളുടെ പ്രതാപം പറയുന്ന ചില പുസ്തകങ്ങളിൽ പറയുന്നത് കേട്ടാൽ നമ്മൾ അതിശയപ്പെട്ടു പോകും. അത്രയും വലിയ സംവിധാനങ്ങൾ ആ ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലാവിധം ചെയ്തു. ഒരു 4-5 നൂറ്റാണ്ട് കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1300 വരെ നമ്മളാണ് ശാസ്ത്രത്തിന്റെ അപ്പോസ്തലന്മാരായി ലോകത്തറിയപ്പെട്ടത്. അന്ന് നീ ഒന്നും പറയാം, ആ കാലഘട്ടത്തിൽ തന്നെ ഇതൊന്നും മനസ്സിലാക്കാതെ വെറും മതരംഗം മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഫിഖ്ഹിലും ഹദീസിലും ആയത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു. മറുപക്ഷത്തിൽ ശ്രദ്ധിക്കുന്ന പണ്ഡിതന്മാർ അത്യാവശ്യ കാര്യങ്ങൾ മതബോധം, ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. അല്ലാതെ നമ്മളെ ഫഖറുദ്ദീൻ റാസി വലിയ സയന്റിസ്റ്റ് ഒന്നുമല്ല. അത് അബൂബക്കർ റാസിയാണ് സയന്റിസ്റ്റ്. ചില ആളുകൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് പറയാറുണ്ട്, കണ്ടില്ലേ ഖുർആൻ തഫ്സീർ എഴുതി അദ്ദേഹം വലിയ വൈദ്യശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു. അത് അബൂബക്കർ റാസിയാണ്. തഫ്സീർ എഴുതിയത് ഫഖറുദ്ദീൻ റാസിയാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് നീങ്ങിയിരുന്നത്. ഇപ്പോ ശാസ്ത്രജ്ഞന്മാരായിട്ട് അക്കാലഘട്ടത്ത് അറിയപ്പെടുന്ന ഇബ്നുൽ ഹൈസം, ജാബിർ ഇബ്നു ഹയ്യാൻ, അതുപോലെ തന്നെ ഇബ്നുൽ നബീസ്, ഇബ്നുൽ ബൈത്താർ, ഇബ്നു റുഷ്ദി, ഇബ്നു സീന, ഇങ്ങനെയുള്ള ആളുകളൊക്കെ മതരംഗമുണ്ടെങ്കിലും അവിടെ മുഴു ശാസ്ത്രീയമായിരുന്നു. ഇങ്ങനെ രണ്ടും ഒരു ഏറെക്കുറെ സമന്വയ രൂപത്തിൽ. ഈ സമന്വയത്തെ തന്നെ യഥാർത്ഥത്തിൽ അക്കാലഘട്ടത്തിൽ എതിർത്തവരുമുണ്ട്. വസാലിമായിപ്പെട്ട ആളാണ്. വസാലിമാം എന്താന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി പഠനമൊക്കെ നടത്തി ഭൗതികമായി ഒരുപാട് പഠിച്ചുയർന്ന് വളർന്ന് അവസാനം മൂപ്പര് പറഞ്ഞ എന്താ പറയുക, എനിക്ക് അതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല, ഞാന് ഇബ്നു നസ്സാജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എന്റെ കാര്യം മഹാ അപകടത്തിലായിരുന്നു. അതും പറഞ്ഞു കണ്ടാണ് പിന്നെ ബൈത്തുൽ മുഖദ്ദസിൽ പോയി കുത്തിർന്ന് ഹറമുകളിൽ പോയി കുത്തിർന്ന് ഇഹിയ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഒരുപാട് ഭൗതികമായ വിജ്ഞാനം എത്രത്തോളം അവർ പറഞ്ഞിരുന്നത് ഇബ്നു ദഖീഖുൽ ഈദി മഹാനവർ പറഞ്ഞിരുന്നു, ഇബ്നു അബ്ദുസ്സലാം പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും. യഥാർത്ഥത്തിൽ പറഞ്ഞെങ്കിൽ ഇമാമുൽ ഹറമൈനി പോലും ഒരു കാലഘട്ടത്തിലെ കാഴ്ചപ്പാടിന്റെ ആളായിരുന്നു. മഹാനവറുകളെ മാറി ചിന്തിപ്പിച്ച ഒരു വിഷയം എന്തായിരുന്നു അറിയോ? ഒരു ദിവസം പള്ളിയിൽ ഇങ്ങനെ ഒരു കെട്ടും പാണ്ടും ഒക്കെ കൂടിയായിട്ട് ഒരു സംഘം ഇങ്ങനെ വന്നു. അപ്പൊ മഹാനവറുകളുടെ മനസ്സിലിങ്ങനെ കരുതി പോലും, പടച്ചോനെ ഈ ജാതിക്ക് ഈ സമൂഹത്തിന് വലിയ ഭാരാണല്ലോ. അപ്പൊ ആ ബാണ്ടത്തിലെ നേതാവ്, ആ ബാണ്ടസംഘത്തിന്റെ നേതാവ് അവിടുന്ന് വിളിച്ചു പറയും, തുഫു മാഫി അംഫുസിക്കുമോ തുബുദുഹു യഅലമുല്ല എന്നൊറ്റ. അതിന് മൂപ്പരാകെ അന്തം മുട്ട തോബ ചെയ്തു. അപ്പൊ പറഞ്ഞു യഗ്ഫിറുല്ലാഹു ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. ഈ ഒരു സംഭവം, മറ്റൊരു സംഭവം കൂടിയുണ്ട്. ആ സംഭവം കൂടി അന്ന് ഞാൻ പറയാൻ സമയമില്ല. ഒരു ജനാപത്തുണ്ടായ പ്രശ്നത്തില് അങ്ങനെയുള്ള സംഭവം. ഇത് രണ്ടും കൂടിയും ആയപ്പോഴാണ് ഇമാമുൽ ഹറമൈനി തന്നെ ഈ തസവ്വുഫിന്റെ വിജ്ഞാനം ഉണ്ട് എന്നുള്ളവർക്ക് എത്തിയത്. വസാലിമാം ആദ്യം വളരെ ഇബ്നു അബ്ദുസ്സലാം വളരെ വ്യക്തമായി പറഞ്ഞു, ഇൽമ എന്ന് പറഞ്ഞാൽ ഖുർആൻ സുന്നത്ത്. പക്ഷേ അവസാനം അവർ പറയുന്ന തസവ്വുഫിന്റെ ഉലമാവുമായി ബന്ധപ്പെട്ടിരുന്നില്ലെങ്കിൽ എന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയിരുന്നു എന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഇവരൊക്കെ എന്താണ്, ആ ഒരു വിജ്ഞാന ശാഖയാണ് വളർത്തിക്കൊണ്ടുവന്നത്. ഭൗതികമുള്ളതോടൊപ്പം തന്നെ ആന്തരികമായ ഒരു ജ്ഞാനം, വെറും ഉപരിപ്ലവമല്ല. ആ ഉപരിപ്ലവ ജ്ഞാനത്തെ പറ്റി വസാലിമാം രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. മഹാനവർ പറയുന്നു, ഫിഖ് ആ പരിധി വിട്ടുള്ള ഫിഖ് പോലും ഭൗതിക ജ്ഞാനാണ് എന്നാ. നീ എന്തിനുള്ള ജിനായിയാത്തും ഖലാവും ഒക്കെ പഠിക്കണ?
ജിനായിയാത്തിന് എന്തിനാണ് പഠിക്കാൻ നിൽക്കുന്നത്? അത് കൈകാര്യം ചെയ്യാൻ നാട്ടിൽ ഒന്നോ രണ്ടാളുണ്ടായാൽ പോലെ എന്തിനാ എല്ലാവരും കൂടി പഠിക്കണം? അത് ഭൗതിക വിദ്യാഭ്യാസമാണ്. പരിധി വിട്ട ഫിഖ് വരെ ഭൗതികത്തിലാണ് വസാലിമ പഠിച്ചിരിക്കുന്നത്. അത് മറ്റൊരു കാഴ്ചപ്പാടാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ രണ്ടും കൂടി വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കുരിശ് യുദ്ധം വരുന്നത്. കുരിശ് യുദ്ധം എന്ന് പറഞ്ഞാൽ 5 നൂറ്റാണ്ട് കാലം നീണ്ടു നിന്നു. ആ കുരിശ് യുദ്ധ കാലഘട്ടത്തിൽ നമ്മൾ പിന്നോട്ടടിക്കാൻ തുടങ്ങി. പിന്നോട്ടടിച്ച് 15-ാം നൂറ്റാണ്ടായതോടുകൂടെ ആ കുരിശ് യോദ്ധാക്കളുടെ വിജയമായി. അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ നാട്ടിലും ഈ കുരിശി പടയുടെ ഒരു വിജയം എന്ന നിലയിൽ തന്നെയാണ് പോർച്ചുഗീസുകാർ കേരളത്തിൽ വരുന്നത്. 1498 വാസ്കോ ഡി ഗാമ കാപ്പാട്ട് കപ്പലിറങ്ങുന്നത് കൂടെയാണ് ഇവിടെ ഒരു യുഗം ആരംഭിക്കുന്നത്, നമ്മുടെ കഷ്ടപ്പാടിന്റെ യുഗം ആരംഭിക്കുന്നത്. 1498 കേരള മുസ്ലിങ്ങൾക്ക് ആരംഭിച്ച കഷ്ടപ്പാടിന്റെ ചരിത്രത്തിന് അറുതി വരുന്നത് 1970-കൾക്ക് ശേഷമാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കാം. ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. 1498 വരെ കേരള മുസ്ലിങ്ങൾ, അന്ന് കേരള മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഉൾപ്രദേശങ്ങളിൽ ഇങ്ങനെ കിഴക്കൻ ഏർനാട്ടിലും ഇങ്ങനെ കുറെ ആളുണ്ട് എന്നല്ല. കടലോര മേഖല, മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെയുള്ള കടലോര മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്ന് ഇസ്ലാമിക പ്രവർത്തനങ്ങൾ. ചാലിയം, പരപ്പനങ്ങാടി, താനൂര്, തിരൂര് ഇങ്ങനെ അങ്ങ് പോവാണ്. ഇവിടൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ മെല്ലെയാണ് ആൾക്കാരുടെ വളർച്ച വരുന്നത്. അന്ന് തുടങ്ങിയത്. പിന്നെ സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമ്മൾ കഷ്ടപ്പാട് മാറിയിട്ടില്ല. 970-കൾക്ക് ശേഷം നമ്മൾ നേരെ വസ്ത്രം ധരിക്കാനും നേരെ ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങിയത്. അതിന് മുമ്പ് ഇവിടെ പട്ടിണിയോട് പട്ടിണി. 970-കളിലും വേണ്ട പോലെ ആയിട്ടില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയാണ് എല്ലാ ലോകത്തുണ്ടായത്. അതോടൊപ്പം നമ്മൾക്ക് ആശാവഹമായ മറ്റൊരു സംഗതി പിന്നീട് ഉണ്ടായത് എന്താന്ന് പറഞ്ഞാൽ, ഈ കുരിശ് യോദ്ധാക്കളുടെ ആ ആക്രമണത്തെ ചെറുത്തു നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്മാനിയാക്കൾ എന്ന് പറഞ്ഞൊരു വലിയ സംഘത്തെ അയച്ചു. അഥവാ ഓട്ടോമൻ സാമ്രാജ്യം. അവർക്ക് വൈജ്ഞാനികമായി കൂടുതൽ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതും അവരുടെ ഒരു വലിയ ദുര്യോഗമാണ്. അവര് ലോകത്ത് വലിയ അബ്ബാസികൾ ചെയ്തത്. അബ്ബാസികൾക്ക് ശേഷം പിന്നീട് ബഗ്ദാദ് ആസ്ഥാനമായി വരുന്നത് മംഗോളിയരാണ്, ഹോളോഖാനും താർത്താരികളുമാണ്. ഈ ഹോളോഖാനെയും താർത്താരികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം ലോകം എന്ന് മാത്രമല്ല യൂറോപ്പിന്റെ ഭാഗം വരെ ആ ഭരണം സ്ഥാപിച്ചൊരു വലിയ ശക്തിയാണ് 1300-നോടടുത്ത്, AD 1300-നോടടുത്ത് ലോകത്തൊരു ശക്തി ഖായ് ഉസ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഒരു പടയോട്ടം നടത്തി. ആ പടയോട്ടത്തിന്റെ ഭാഗമായി അദ്ദേഹം ഒരുപാട് കാലം, 1500 കൊല്ലക്കാലം ക്രിസ്ത്യരുടെ ആധിപത്യമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ, ഇസ്താംബൂൾ പിടിച്ചടക്കി 1500-നോടടുത്ത്. അതാണ് ഞാനും മുഹമ്മദ് പൈസക്ക് അവിടെ പോയപ്പോ കണ്ടപ്പോ അവിടെ ഹയാ സോഫിയ എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം. എന്താ? ലതഫ്തഹന്നൽ ഖുസ്തന്തീനിയ നിഅമൽ അമീർ അമീറുഹാ നിഅമൽ ജയ്ഷു ജയ്ഷുഹാ. നോക്കണം, കോൺസ്റ്റാന്റിനോപ്പിൾ നിങ്ങൾ വിജയം വരിക്കും. അതിന്റെ അമീർ നല്ല അമീറായിരിക്കും, അതിന്റെ സേന നല്ല സേനയുമായിരിക്കും. ഈ ഹദീസ് ഉണ്ട്. ഈ ഹദീസിന്റെ സാക്ഷാത്കാരം കാണുന്നില്ല. ഒരുപാട് കാലം യുദ്ധം ചെയ്തു നോക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ, തുടർന്ന കാലഘട്ടത്തിൽ മഹാനായ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ തുർക്കിയിലാണ്, ഇസ്താംബൂളിലാണ്. എന്താ കാരണം? യുദ്ധത്തിന് പോയതാ. യസീദ് ഒരു പട നയിച്ചിരുന്നു. തുടർന്നിങ്ങോട്ട് കാലാകാലം പട നയിക്കും, കിട്ടൂല. അവസാനം 1400-ന് ശേഷം മുഹമ്മദുൽ ഫാത്തിഹ്, ഫാത്തിഹുൽ ഖുസ്തന്തീനിയ, 12 വയസ്സുകാരനായ മുഹമ്മദുൽ ഫാത്തിഹ്, അദ്ദേഹമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ വിജയം വരിച്ചത്. അതിന്റെ ശേഷം പിന്നെന്താ? മുസ്ലിം ലോകം മുഴുവൻ ഉസ്മാനിയാക്കളുടെ പിടിയിലാണ്. ഇറാഖ്, ഇറാന്, അഫ്ഗാനിസ്ഥാൻ, ഈജിപ്ത്, ജോർദാന്, സിറിയ, മക്ക, മദീന. നിങ്ങൾ നോക്കി, മക്കയും മദീനയും റൗളയും തുർക്കിയിലുള്ള എല്ലാ ആധാറുകളും ഒന്നുകിൽ ഒരു കാലത്ത് നബിക്ക് മുമ്പുള്ള ക്രിസ്ത്യാനികളുടേത്, അല്ലെങ്കിൽ ഓട്ടോമൻ ഭരണാധികാരികളുടേത്. ഇറാഖിലെ എല്ലാ പൈതൃക കെട്ടിടങ്ങളും ആരുടേതാ? ഭാഷമാരുണ്ടാക്കിയത്. ഈ ഭാഷമാരെന്ന് പറഞ്ഞാൽ ആരാ? ഈ പറഞ്ഞ ഉസ്മാനിയ ഖിലാഫന്മാരുടെ ഗവർണർമാർക്ക് പറഞ്ഞ പേര് ഭാഷ. ഈജിപ്തിൽ ചെന്ന് നോക്കിയാൽ മിക്ക ബിൽഡിങ്ങുകളും കാണുന്നത് ഇവരുടേതാണ്. മക്കയിലും മദീനയിലും ഇവരുടേതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, മുറാദ് 4-ാമൻ എന്ന് പറയുന്ന ഉസ്മാനിയ ഖലീഫയാണ് ആ ഹറമിന് ചുറ്റുമുള്ള
ഇപ്പൊ പൊളിച്ചു മാറ്റി ഒരു ഭാഗത്ത് പൊളിച്ചു മാറ്റി ഒരു ഭാഗത്ത് പൊളിക്കാൻ നിൽക്കണ ആ കെട്ടുണ്ടാക്കിയ തുർക്കിക്കെട്ട് എന്ന് അതിന് പേര് പറഞ്ഞു. മുറാദ് 4 ഉണ്ടാക്കിയതാണ്. റൗള ശരീഫിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയത്. എന്തിനധികം പറയുന്നു, ഇന്ന് കാണുന്ന കഅബാലയം അതിന്റെ അവസാന നിർമ്മാതാവ് മുറാദ് 4 അഥവാ ഉസ്മാനിയ ഭരണാധികാരിയായ മുറാദ് 4 ഇന്നത്തെ കഅബാലയം എഴുതിയിരിക്കുന്നത്. അതിന്റെ ശേഷം ഇതിനൊരു മേജർ പണി നടന്നില്ല. അവസാനത്തെ ആളാണ് മുറാദ് 4. അതിനുശേഷം വാതിലിന്റെ മാറ്റലും അല്ലറ ചില്ലറ റിപ്പയറിംഗ് അല്ലാത്ത വേറൊരു പണി നടന്നിട്ടില്ല. മുറാദ് 4 നിർമ്മിതിയിലാണ് ഇന്നതിരിക്കുന്നത്. റൗള ശരീഫിന്റെ ഖിദ്മത്ത് മുഴുവൻ ചെയ്ത് അതിനുവേണ്ടി ഒരുപാട് വഖഫുകളാക്കിയിട്ടുണ്ട്. റൗളയ്ക്ക് വേണ്ടി കഅബയ്ക്ക് വേണ്ടിയൊക്കെ ഈജിപ്തിലും അതുപോലെ തന്നെ മറ്റ് നാടുകളിലൊക്കെ വഖഫ് സ്വത്തുക്കൾ ധാരാളമുണ്ട്. ഇന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല, കാരണം അവിടെ തന്നെ സമ്പന്നമായതുകൊണ്ട്. ഒരു കാലത്ത് ഇവിടുന്ന് പോകലായിരുന്നു. കഅബാലയത്തിന്റെ ആ കില്ല അത് പണിതിരുന്നത് ഈജിപ്തിൽ നിന്നായിരുന്നു. ആരായ ആൾക്കാർ ഉസ്മാനിയ. ആ കാലഘട്ടത്തിൽ ഇസ്താംബൂളിൽ നിന്ന് മദീന വരെ റെയിൽവേ വരെ ഉണ്ടാക്കിയിരുന്നു. ആ റെയിൽവേയുടെ അവശിഷ്ടങ്ങൾ സൗദിയുടെ പല ഭാഗങ്ങളിൽ സന്ദർശനം കാണാൻ കഴിയും. അങ്ങനെ നിർമ്മാണാത്മകമായ ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ടാണ് നമ്മളെ ഏറനാട്ടിലും വെള്ളുവനാട്ടിലും മാപ്പിളമാർ അത്ര പോയത്തക്കാരൊന്നുമല്ല. ചില ആളുകൾ ഇങ്ങനെ അവതരിപ്പിക്കാറ്, ചില പുത്തൻ പ്രസ്ഥാനക്കാരൊക്കെ നമ്മൾ മഹാപോയത്തക്കാരാ. എന്തിന്? ഈ ഖിലാഫത്ത് ലഹരിയിൽ പങ്കെടുത്തുകൊണ്ടല്ലേ നമ്മൾ ഇത്ര പറ്റ പിന്നോക്കായത്. എന്തേ ഓൽക്ക് തെക്കൻ കേരളത്തിലുള്ള ആൾക്കാരൊന്നും അതിൽ പങ്കെടുത്തിട്ടില്ല. ഓൽക്ക് അതുകൊണ്ട് കുറെ പുരോഗതി ഉണ്ടായില്ലേ. വടക്കേ മലബാറിലും അത്രത്തോളൊന്നും പങ്കെടുത്തിട്ടില്ല. നമ്മൾ ഈ ഏറനാട്ടിലും വെള്ളവനാട്ടിലും കാക്കാമാർക്ക് എന്തേ പിടികൂടിയത്? സത്യം പറഞ്ഞാൽ ഏറനാട്ടിലും വെള്ളുവനാട്ടിലും കാക്കാമാര് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവര് നല്ല ബുദ്ധിയുള്ള ആളുകളാണ്. അവരെന്താ ചിന്തിച്ചത്? ഇവിടെ കോൺഗ്രസ് ഖിലാഫത്ത് മൂവ്മെന്റ് ഉണ്ടാക്കി. അത് നമ്മളെ ഇറക്കിവിടാൻ കൂടിയായിരുന്നു. എന്താണ് ഖിലാഫത്ത് മൂവ്മെന്റ് നമ്മൾ മനസ്സിലാക്കണം. ഡൽഹിയിൽ ആദിമുസ്ലിങ്ങൾക്ക് ഭരിക്കാനല്ല, മറിച്ച് ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇസ്താംബൂൾ ആസ്ഥാനമാക്കി നടത്തുന്ന തുർക്കിയിലെ ഉസ്മാനിയ ഖിലാഫത്ത് നിലനിർത്തണം. ഉസ്മാനിയ ഖിലാഫത്ത് നിലനിർത്തിയാൽ എന്താണുള്ളത്? ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തണം. തുർക്കിയിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടാൽ ഡൽഹിയിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടും. അതിന് സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള കുറച്ച് ആൾക്കാരുടെ പിന്തുണ ഉണ്ടായി. അവരൊരു പ്രത്യേക സംഘടന ഉണ്ടാക്കി. അങ്ങനെ ലോകത്ത് ഒന്നായിട്ട് പടപൊരുതാൻ തീരുമാനിച്ചു. ആ പടപൊരുതന്റെ ഭാഗമാണ്. പക്ഷേ 2ാം ലോക മഹായുദ്ധത്തില് ഈ സേന അഥവാ ജപ്പാനാണ് നമ്മളെ സപ്പോർട്ട്. ജപ്പാൻ അടങ്ങുന്ന ഈ സൈന്യം പരാജയപ്പെട്ടതോടുകൂടെയാണ് ലോക മുസ്ലിങ്ങളുടെ ദുര്യോഗം പൂർണ്ണമായും ആരംഭിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ എല്ലാ ദുര്യോഗത്തിനും കാരണം എന്താണെന്ന് പറയുക, ഉസ്മാനിയ ഖിലാഫത്ത് അസ്തമിച്ചതാ. ഇതറിയായിരുന്നു നമ്മളെ നാട്ടിലെ പണ്ഡിതന്മാർക്ക്. അതുകൊണ്ട് തന്നെ എന്ത് ജീവൻ കൊടുത്തും നമ്മൾ സംരക്ഷിക്കുന്നത് ആ ഖിലാഫത്ത് നിലനിർത്തണം. ആ ഖിലാഫത്ത് നിലനിർത്തി കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരൻ പരാജയപ്പെടും. ബ്രിട്ടീഷുകാരൻ പരാജയപ്പെട്ടാൽ നമുക്ക് നാട് സ്വാതന്ത്ര്യമാവും. വളരെ വളഞ്ഞ വഴിയിലൂടെയാണ് അവർ ചിന്തിച്ചത്. അതാണ് ഉസ്മാനിയ ഖിലാഫത്തിന്റെ പ്രാധാന്യത. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞത് എന്റെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാല്, ആ കാലഘട്ടത്തിൽ നിർമ്മാണ രംഗത്തും ഒരുപാട് രംഗത്തും അവർ വളർന്ന് വളരെ ഉയർന്നു എങ്കിൽ തന്നെയും ഈ അബ്ബാസികൾ ചെയ്തതുപോലുള്ള ഒരു സമന്വയ വിദ്യാഭ്യാസ സമ്പ്രദായം ആവിഷ്കരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് 1500 മുതൽക്ക് ഇന്ത്യൻ മുസ്ലിങ്ങളല്ല, ലോക മുസ്ലിങ്ങൾ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് പിന്നോട്ടടിച്ചു. അല്ലാതെ ചില ആളുകളൊക്കെ പറയാറുണ്ട്, അതൊക്കെ ഈ കേരളത്തിലെ കുറച്ച് യാഥാർത്ഥിക മുസ്ലിയാക്കന്മാര് സുന്യാൾ ഉണ്ടാക്കി തീർത്ത പരാജയമാണ്. സുന്യാളെ പരാജയമല്ല, ശാസ്ത്രീയ ടെക്നിക്കൽ രംഗങ്ങളിൽ നമ്മൾ മൊത്തം പിന്നോട്ടടിച്ചു. ആ പിന്നോട്ടടിക്കാനുള്ള യഥാർത്ഥ കാരണം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ ബ്രിട്ടീഷ് വിരോധം ലോകത്ത് മുഴുക്കേണ്ടായിരുന്നു. അതിന്റെ ഒരു ബാക്കി പത്രം എന്ന നിലയ്ക്ക് ലോകത്ത് മുഴുവനും ഈ 2 വിദ്യാഭ്യാസത്തെ സമന്വയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ഭാഗം എന്ന നിലയ്ക്ക് ചുരുക്കി പറഞ്ഞാൽ മൈബദിക്ക് സമാനമായ ആധുനിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കൃതി തയ്യാറാക്കാനോ, അല്ലെങ്കിൽ ഖുലാസക്ക് സമാനമായ ഒന്നുണ്ടാക്കാനോ, അല്ലെങ്കിൽ ആശ്രമവും ആർട്ടിയും ഒക്കെ അവിടെ പോയല്ലോ, അപ്പൊ അതിനോടനുബന്ധിച്ചുകൊണ്ട് തസ്രീൽ അബ്ലാഖ് പരിഷ്കരിപ്പിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം ഉണ്ടാക്കാനോ, അത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനോ നമുക്ക് കഴിഞ്ഞില്ല. ഈ ഒരു പരാജയം കേരളത്തിലെ പണ്ഡിതന്മാരുടെ പരാജയമല്ല, ആഗോള തലത്തിലുള്ള പണ്ഡിതന്മാരുടെ പരാജയമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ആളുകൾ പലതും വെറുതെ വളമ്പാറുണ്ട്, വീമ്പ് പറയാറുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. 1914 മുതൽ 1970 വരെ മൊത്തം നോക്കുകയാണെങ്കിൽ ലോക മുസ്ലിങ്ങളുടെ ദുര്യോഗത്തിന്റെ ഇതാണ്. എവിടെ നോക്കിയാലും
914 ഒന്നാം ലോക മഹായുദ്ധത്തിൽ മുസ്ലിങ്ങൾ അഥവാ ഈ തുർക്കികൾ ഉസ്മാനികൾ പരാജയപ്പെട്ടതോടുകൂടെ ഉസ്മാനികളുടെ കീഴിലുണ്ടായിരുന്ന ഇറാഖ്, ഇറാന്, ഈജിപ്ത് തുടങ്ങിയ സകല രാഷ്ട്രങ്ങളുടെയും ഭരണാധികാരി പിന്നെ ബ്രിട്ടീഷുകാരനായത്. ഇന്ത്യ മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കണം. 947 മുമ്പുള്ള ഈ കാലഘട്ടത്തിൽ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് പറയാനുള്ള കാരണം അത് അക്ഷരാർത്ഥത്തിൽ ഓന്റെ സൂര്യൻ അസ്തമിക്കൂല. കാരണം അസ്തമിക്കണില്ല സൂര്യനെ. ഇവിടെ അസ്തമിക്കാൻ തുർക്കിയിൽ അസ്തമിക്കുമല്ലോ, അതിന് അതേപോലെ യൂറോപ്പിൽ അസ്തമിക്കുമല്ലോ. അപ്പൊ അസ്തമിക്കാത്ത സൂര്യന്റെ ആളായിരുന്നു യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ്. അവർക്ക് ഭരണം കിട്ടി. ആ ഭരണം കിട്ടിയതിന്റെ തിക്ത ഫലമാണ് യഥാർത്ഥത്തിൽ ഇന്ന് മുസ്ലിം സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ പ്രശ്നം. ഫലസ്തീൻ പ്രശ്നം എവിടെ ഉണ്ടായതാ? 914 നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഓട്ടോമൻ സേന പരാജയപ്പെട്ടു, ബ്രിട്ടീഷ് സേന വന്നു, ബ്രിട്ടീഷുകാരുടെ അധികാരത്തിൽ വന്നു ആ ബൈത്തുൽ മുഖദ്ദസ്. ജെറൂസലം വന്നു, ഫലസ്തീൻ വന്നു. അവരെന്തായി? അതിനെ പകുത്ത് 2 രാഷ്ട്രമാക്കി മാറ്റി. 2 രാഷ്ട്രമാക്കി. പക്ഷെ അന്ന് മുസ്ലിങ്ങൾ അത് അംഗീകരിച്ചില്ല. അതിന്റെ ദുര്യോഗം അവർക്ക് ഏറ്റുവാങ്ങി. ആ സ്ഥലം പിന്നെ ഈജിപ്തുകാരും അതുപോലെ തന്നെ ജോർഡാൻകാരും പങ്കിട്ടെടുത്തു. ഇപ്പൊ വീണ്ടും അവരുടെ നിന്ന് തിരിച്ചു വാങ്ങി ഫലസ്തീൻ അതോറിറ്റി എന്ന് പറഞ്ഞ ചെറിയൊരു പ്രദേശം അവർക്ക് കൊടുത്തിരിക്കുകയാണ്. അത് തന്നെ പൂർണ്ണ ഭരണമൊന്നുമില്ല. അത് ഇന്ന് സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനധികം പറഞ്ഞ ലോകത്തിൽ എവിടെ വിപ്ലവം നടക്കുന്നുണ്ടോ അക്കാലഘട്ടത്തിൽ ആ ശക്തി യൂറോപ്യൻ ശക്തികളുടേതായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് അമേരിക്ക രംഗത്ത് വരുന്നത്. 2ാം ലോക മഹായുദ്ധം വരെ അമേരിക്ക എന്ന് പറഞ്ഞ ലോകത്തൊരു ശക്തിയല്ല. ബ്രിട്ടീഷ്, പോർച്ചുഗീസ് ഇവരൊക്കെ ഒരു വൻ ശക്തികൾ, ഫ്രാൻസ് ഇവരൊക്കെ. 2ാം ലോക മഹായുദ്ധത്തോടുകൂടെ ലോകത്തൊരു വൻ ശക്തിയായി വന്ന അമേരിക്ക. ഇന്ന് അമേരിക്കയുടെ ഇംഗിതത്തിനനുസരിച്ച് കൊണ്ടാണ് നമ്മുടെ രാഷ്ട്രങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വൈജ്ഞാനികമായി നമ്മൾ ഒരു കാലഘട്ടത്തിൽ വളരെ ഉയർന്നിരുന്നു, പിന്നെ നമ്മൾ തകർന്നു, പിന്നെ നമ്മൾ എന്തായി? ആ അന്ന് വരച്ച ഭൗതിക വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരുന്നു. അത് നൂതനമാക്കാൻ നമ്മൾക്ക് കഴിഞ്ഞില്ല. എങ്കിൽ പോലും ഞാൻ പറഞ്ഞു വരുന്നത് ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ, മഹാന്മാരായ പണ്ഡിതന്മാർ എല്ലാം അറിയുന്നവരായിരുന്നു. ഈ പറഞ്ഞ എല്ലാ ഗണിതശാസ്ത്രവും ഗോളശാസ്ത്രവും പരിമിതമായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ കൈകാര്യം ചെയ്യാൻ, ഫറായിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് ഗണിതശാസ്ത്രം അറിയണമല്ലോ, ഒരു ഹൗ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾക്ക് ഹന്തസ് അറിയണമല്ലോ, ഹിബില തിരിക്കണമെങ്കിൽ നമ്മൾക്ക് വിശാല വേണമല്ലോ. ഇത്യാദി കാര്യങ്ങളൊക്കെ അറിയുന്നവരായിരുന്നു പൂർവ്വസൂരികളായ നമ്മളെ പല പല പണ്ഡിതന്മാരും. അതോടൊപ്പം തന്നെ നമ്മളെ പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ ഭാഷാപരിജ്ഞാനികളുമായിരുന്നു. എല്ലാവരും ഭാഷാപരിജ്ഞാനികളായി എന്ന് ഞാൻ പറയുന്നില്ല. ബഹുമാനപ്പെട്ട ശംസുൽ റഹ്മാൻ നബറല്ലാഹു മർഖദു മഹാനവർക്ക് സുരിയാനി ഭാഷ പോലും അറിഞ്ഞിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഉറുദു ഭാഷ അറിയുന്ന ധാരാളം ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇതുപോലെയല്ലേ, സാർവത്രികതയില്ല. ഇന്നിപ്പോ ഓനിക്ക് ഇംഗ്ലീഷ് അറിയുന്ന പറഞ്ഞാൽ ആർക്കാപ്പോ അറിയാത്തത്? ഒരു കാലഘട്ടത്തിൽ ഒരു പണ്ഡിതനെ സംബന്ധിച്ച് വിശേഷിപ്പിക്കും, അയാള് ഇംഗ്ലീഷ് അറിയുന്ന പണ്ഡിതനാണ്, ഇംഗ്ലീഷ് മൂല്യരാ. ആരാ ഇംഗ്ലീഷ് മൂല്യരല്ലാത്തത്? ആർക്കാപ്പോ ഉറുദു അറിയാത്തത്? ആർക്കാ ഹിന്ദി അറിയാത്തത്? അപ്പോ ആ കാലഘട്ടത്തിലും നമ്മൾ ഉയർന്നു വളർന്നു. പിന്നെ ഒന്ന് എന്ന് പറഞ്ഞാൽ ഡിഗ്രി നമ്മൾ ആ കാലഘട്ടത്തിൽ നേടി. ശംസുലൊന്നും PhD നിർത്തിയില്ല. അതിന്റെ കാരണം എന്താ? അത് നമ്മളൊന്ന് മനസ്സിലാക്കാം. അക്കാലത്ത് ഡിഗ്രി എടുക്കാതിരിക്കാനുള്ള കാരണം, അന്ന് ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉയർന്ന പഠനങ്ങൾക്ക് പോർച്ചുഗീസ് വിദ്യാഭ്യാസമാണെന്നുള്ളത്, യൂറോപ്യൻ ബ്രിട്ടീഷ് വിദ്യാഭ്യാസമാണെന്നുള്ളത്. ഇന്നത്തെ മാതിരിയുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പൊ തുടങ്ങിയിട്ട് 10-20 കൊല്ലമായിട്ട്. ഇതാണ് അതിന്റെ വിഷയം. ഇന്നിപ്പോ കുട്ടികൾക്ക് പള്ളി ദർസിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്തെല്ലാം നേടിയെടുക്കാൻ കഴിയുന്നുണ്ട് അറിയോ? പള്ളി ദർസുകളൊക്കെ, ചില പള്ളി ദർസുകളൊക്കെ വിപുലമായ സംവിധാനങ്ങളെന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പള്ളി ദർസുകളിൽ നിന്ന് കുട്ടികൾ ഡിഗ്രി ചെയ്തു. എന്തിനധികം പള്ളി ദർസിന്റെ സന്തതികൾ ഡോക്ടറേറ്റ് വരെ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോ ഒരുപാട് ഫൈസിമാർക്ക് ഡോക്ടറേറ്റ് ഉണ്ട്, ഒരുപാട് ഉദവിമാർക്ക് ഡോക്ടറേറ്റ് ഉണ്ട്, വാഫിമാർക്ക് ഒരുപാട് ഇല്ലെങ്കിലും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ രംഗത്ത് ഇന്ന് നമ്മൾ അവിടെ എത്തി. പക്ഷെ അതേസമയത്ത് ഇതിനു മുമ്പും നമ്മൾ ഉയർന്നാണെന്ന് അക്കാലഘട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിലും ഭാഷ അറിയുന്നവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പൊ ഓരോ ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലേക്കും അനിവാര്യമായ വിദ്യാഭ്യാസമാണ്. ഈ കാലഘട്ടം ഭാഷാ പരിജ്ഞാനം ഒരു അനിവാര്യമായ കാലഘട്ടമാണ്. അന്നത്തെക്കാൾ അന്ന് നമുക്ക് പ്രവർത്തന മേഖല ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ നടന്നിട്ടുണ്ടെങ്കിൽ ഭാഷാ പരിജ്ഞാനികളാണെങ്കിൽ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ചെന്നാൽ നമ്മൾക്ക് നമ്മുടെ ഇസ്ലാമിക പ്രചരണം നടത്താൻ കഴിയും. ഇസ്ലാമിക പ്രചരണം നമ്മുടെ ഒരു ബാധ്യതയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇന്ന് ആസാമിലൊക്കെ അൽഹംദുലില്ലാഹ് ദാറുൽ ഹുദയുടെ ഓഫ് ക്യാമ്പസുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
ആ ആസാമിലെ ഓഫ് ക്യാമ്പസ്, ആ ഓഫ് ക്യാമ്പസ് നിലകൊള്ളുന്ന ആ മഹല്ല് ഇന്ന് സത്യത്തിൽ പോലെ കുറച്ച് നല്ല പ്രവർത്തകരും ആ നാടിനെ മാറ്റിയെടുത്തിരിക്കുക. ഞാൻ നേരിൽ പോയി കണ്ട ആളാണ്. അതാ പറഞ്ഞ നാടിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എന്താ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷാ പരിജ്ഞാനമാണ്. ഇന്ന് ഇംഗ്ലീഷിൽ സുന്ദരമായി പ്രസംഗിക്കുന്ന ചില പണ്ഡിതന്മാർ നമ്മൾക്കുണ്ട്, സുന്ദരമായ ക്ലാസുകൾ എടുക്കുന്ന, അതുപോലെ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകൾ എല്ലാ ഇതിലുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ നമ്മൾ അക്കാലഘട്ടത്തിനനുസൃതമായ അന്നത്തെ ഭൗതിക വിദ്യാഭ്യാസം എന്താണോ എങ്കിൽ ആ വിദ്യാഭ്യാസം നമ്മൾ നേടിയിരുന്നു. ഈ കാലഘട്ടത്തിൽ ഇന്നിന്റേത് വേണ്ടി നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ആരും ഇതൊരു കൊച്ചായി കാണേണ്ടതില്ല. ഇന്നിപ്പോ പള്ളി ദർശനായാലും വേണ്ടില്ല, ഫൈസീസിലായാലും വേണ്ടില്ല, ഉദവിയായാലും വേണ്ടില്ല, നമ്മൾ മതവിദ്യാഭ്യാസം നേടിയോ ഓനിക്ക് ഇന്ന് 2 രക്ഷയില്ല. അത് ആ കാര്യം നമ്മൾ വളരെ പ്രചരിപ്പിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളെ കുട്ടികളെ, പ്രത്യേകിച്ച് നമ്മുടെ സമുദായം, നമ്മളിപ്പോ SSLC പരീക്ഷ ചെയ്യും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം. SSLC പരീക്ഷ ചെയ്യും. 75,000 കുട്ടികൾ മലപ്പുറം ജില്ലയിൽ SSLC പാസ്സായി. ഈ 75,000 കുട്ടികൾ SSLC പാസ്സായി. ഇതിൽ 15-20% മറ്റ് ജാതിക്കാരും മറ്റ് മതക്കാരും അതേപോലെ മറ്റ് പ്രസ്ഥാനക്കാരൊക്കെ ഉണ്ടാവും. എങ്ങനെ ആയാലും അതിൽ 50,000 ആളുകളെ സാക്ഷാൽ നമ്മളെ സമസ്ത അനുവദിക്കുന്ന കുട്ടികളെ മക്കളേക്ക്. അതിലൊരു 25,000 പെണ്ണുങ്ങൾ പോയി, ബാക്കി 25,000 ഉണ്ട്. ഈ ഒരു 25,000-ൽ A+ കിട്ടിയ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, അതേപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, ഇതിലാണ് A+. അല്ലാതെ ഓരോ രക്ഷിതാക്കളിങ്ങനെ അഭിമാനപ്പെടും, എന്റെ മോന് 2 A+ ഉണ്ട്. എയിലാ 2 A+? ഞാൻ അങ്ങോട്ട് ചോദിക്കും, ഒന്ന് IT-യിലും വേറെ അറബിയിലല്ലേ. നിങ്ങളെങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞ എന്റെ മകന്റെ കഥ നമ്മക്കറിയില്ല, എല്ലാ മക്കളുടെ കഥ. അപ്പൊ എന്താ IT-യിൽ കിട്ടുന്നത് സ്കൂളിലെ മാഷന്മാര് കൊടുക്കണ ഔദാര്യ, അറബിയിൽ കിട്ടുന്നത് മദ്രസയിലെ ഉസ്താദുമാരെ സേവനത്തിന് അനന്തരമല്ല. പിന്നെ 3ാമതൊന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ മലയാളോ അല്ലെങ്കിൽ വല്ല ബയോളജിയോ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും. ഈ 4-ൽ കിട്ടിയിട്ടുണ്ടോ നോക്കണം. ഫിസിക്സിൽ കിട്ടിയിട്ടുണ്ടോ, കെമിസ്ട്രിയിൽ കിട്ടിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ മാത്സിൽ കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കിട്ടിയിട്ടുണ്ടോ, അതിൽ A+ കിട്ടിയിട്ടുണ്ടോ, പോയിക്കോട്ടെ. നമുക്ക് ഒരുപാട് എഞ്ചിനീയർമാരെയും ഡോക്ടർമാരെയും IAS-കാരെയും IPS-കാരെയും IFS-കാരെയും അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ട് IC-കാരും ചാർട്ടേഡ് എല്ലാവരും ആവശ്യം പോയിക്കോട്ടെ. എത്ര ഉണ്ടാവുള്ളൂ? 25,000 ഞാൻ പറയുന്ന ഒരു 5,000 ഉണ്ടാവും. അങ്ങനെ അത്ര ഉണ്ടാവും. എന്നാലാണ് 5,000. ഈ 5,000 കഴിച്ച് പിന്നെ 20,000 ഉണ്ടല്ലോ. ഈ 20 മലപ്പുറം ജില്ലയുടെ മാത്രം കഥ ഞാൻ പറയുന്നത്. ഈ 20,000 എന്നാണ് ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് വർഗത്തിൽപ്പെട്ട ഓലെ ബ്ലഡ് ഗ്രൂപ്പ്. അതാണ് ഹ്യൂമാനിറ്റീസാണ് നോക്കണങ്ങൾ, അല്ലെങ്കിൽ കൊമേഴ്സ്. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ഇന്നിവിടെ വാഫി അല്ലെങ്കിൽ ഫൈസി, ഇതിലൊക്കെ സകല സ്ഥലങ്ങളിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൊമേഴ്സും ഈ ഹ്യൂമാനിറ്റീസുമാണ്. എന്നിട്ടോ ആ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും പഠിക്കുന്ന കുട്ടികള് അവര് നമ്മളെ അറബി കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പൊ കാണാൻ റിസൾട്ട് വരും. റിസൾട്ട് വരുമ്പോ നമുക്ക് കാണാം എന്താ, തൊട്ടടുത്ത സ്കൂൾ ഉണ്ടാവും, അവിടെ +2-ന് 95% ആണെങ്കിൽ ഇങ്ങേപ്പുറത്ത് അറബി കോളേജിൽ 101%. ഈ അറബി കോളേജിലെ കുട്ടികൾ എത്ര പഠിക്കണമെന്നറിയോ? ആകെ 2 പീരീഡ്, ഞങ്ങളൊക്കെ അത്രേ കൊടുക്കലുള്ളൂ. 2 പീരീഡ് അല്ലെങ്കിൽ 3 പീരീഡൊക്കെയാണ് ഒരു ദിവസം ഭൗതികം കൊടുക്കുന്നത്. ബാക്കി മതമാണ് കൊടുക്കുന്നത്, മതവിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുന്നത്. എന്താ ഇതിന്റെ കാരണം എന്നറിയോ? ഇപ്പതാ കാലി പോലെ മേയലാന്നാണ് നിന്റെ ചെറുപ്പകാലത്ത് ഒരു പാട്ടുണ്ടായിരുന്നു. എന്നതുപോലെ ഒരു 3 മാസമായിട്ട് നമ്മളെ സമൂഹത്തിന്റെ അവസ്ഥ എന്താ? കാലി പോലെ മേയല, അങ്ങനെ കാലിയാളെ മാതിരി മേഞ്ഞടക്കുക. അതേസമയത്ത് നമ്മൾ അറബി കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ സ്വസ്ഥായിട്ട് അവിടെ ഇരുന്ന് പഠിക്കണം. മനസ്സിലാക്കണം, ഒരു കൊല്ലത്തിൽ 12 മാസമേ ഉള്ളൂ. ആ 12 മാസത്തിൽ 3 മാസം കാലി പോലെ മേഞ്ഞടന്ന പിന്നെ എന്താ എനിക്കുള്ളത്? 9 മാസമല്ല, 9 മാസത്തിൽ തന്നെ പിന്നെ ശനി ഞായർ അതും ലീവോട് ലീവ്. ഇത്തരം സംരംഭങ്ങളിൽ എന്താ കിട്ടാൻ പോണത് എന്ന് പറഞ്ഞാല് ആകെ മാസത്തിൽ 3 ലീവ്. എന്നാ തിന്നാൻ കിട്ടായില്ലോ, തിന്നാനും കിട്ടുന്നുണ്ട്. പഠിക്കാൻ വല്ല ചെലവുണ്ടോ? അത്യാവശ്യം വളരെ കുറഞ്ഞ ചെലവേ ഉള്ളൂ. അവനാന്റെ ബ്രഷും അവനാന്റെ പേസ്റ്റും ഒരു ചായടിക്കേണ്ട കായ് അല്ലറ ചില്ലറൊക്കെ മാത്രം ഉണ്ടായാൽ മതി. എന്തൊരു സുന്ദരമായ സംവിധാനം. എന്നിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ വാഫി, അതല്ലെങ്കിൽ ഇവിടുത്തെ ഫൈദി, ഈ ജൂനിയർ കോളേജ്, ഇതിലൊക്കെ ഇതിൽ നിന്ന് വരുന്നത് മലപ്പുറം ജില്ലയിലും പരമാവധി കൂട്ടിയ 2,000 അപേക്ഷ ഉണ്ടോ? പരമാവധി ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ബാക്കി 18,000 എവിടുക്കാ പോകണമെന്നറിയോ? ഒരു കാലിപ്പാൻറ് ഇട്ട് ഒരു മൊബൈലും കയ്യിൽ വെച്ച് ബൈക്ക് ഇട്ടിട്ട് എവിടുക്കാ ഞാൻ പോണത്? ഞാൻ ട്യൂട്ടോറിയലല്ലേ കിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ IT-യിലല്ലേ A+ ഉള്ളൂ, പിന്നെ കിട്ടേണ്ട ട്യൂട്ടോറിയലല്ലേ. എന്നിട്ടോ ഈ ട്യൂട്ടോറിയലിൽ അങ്ങനെ പോയി വരും. ആദ്യമായിട്ട് ട്യൂട്ടോറിയൽ പോകും, പിന്നെ ബൈക്ക് നിൽക്കും.
അവസാനം +2 ഇവിടെ തോൽക്കും. പിന്നെ കാണൽ ഓട്ടോറിക്ഷയായിട്ട് ഇങ്ങനെ നടക്കണം, പിരിഞ്ഞ് നടക്കാണ്ട് നോക്കണം. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരണം നടത്തുകയാണെങ്കിൽ ഈ ഒരു സമൂഹത്തെ നമ്മൾക്ക് ഇന്ന് നമ്മളെ സ്ഥാപനങ്ങളിലേക്ക് അയക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങി +2 കഴിയുമ്പോഴേക്ക് ഇന്ന് എന്താ നമ്മളെ അറബി കോളേജിലൊക്കെ കുട്ടികളെ ഏതായാലും വേണ്ടില്ല, ഞാൻ ഒന്നിനായിട്ട് പറഞ്ഞില്ല, വാഫി ആയാലും ഫൈസ ആയാലും ഉദവി ആയാലും ഒക്കെ നല്ല നല്ല കഴിവുള്ള കുട്ടികളുണ്ട്. ഒരു കഴിവില്ലാത്തവരും സ്വാഭാവികമായിട്ടുണ്ട്, അത് എല്ലാത്തിലും ഉണ്ടാവും. എന്ത് കഴിവുള്ള കുട്ടികളെ 2 കൊല്ലം കൊണ്ട് നമ്മൾക്ക് തന്നെ അതിശയം തോന്നുന്നുണ്ട് ഈ കുട്ടികൾ നേടിയിരിക്കുന്ന കഴിവുകൾ എന്താ. അവരുടെ എഴുത്ത് അതേ സമയത്ത് ഒരു +2 കഴിഞ്ഞ ഒരു കുട്ടീനോട് ഒരു ലേഖനം എഴുതാൻ പറഞ്ഞോക്കാണ് നിങ്ങൾ. ഈ ഭൗതിക കോളേജിൽ പാന്റും കോട്ടും സൂട്ടും ബൂട്ടും കുടിച്ച കുട്ടീനോടെ ഇപ്പൊ ലേഖനം എഴുതാൻ പറഞ്ഞോ അന്തം വിടും. നമ്മളെ കുട്ടികൾ ഓരോരോ ലേഖനം എഴുതി കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടു. ഈ കുട്ടിക്ക് ഇത്ര എഴുതാൻ കഴിഞ്ഞു. അപ്പൊ അത്രയും വലിയൊരു സംവിധാനം നമ്മുടെ മുന്നിലുണ്ടെന്ന്. എന്നിട്ട് ആളുകൾ അക്ഷരാണില്ല. ഞാൻ പറഞ്ഞില്ലേ ഈ 20,000 കൊമേഴ്സ്, ഞാൻ കൊമേഴ്സ് കോളേജും അതുപോലെ ഹ്യൂമാനിറ്റീസ് ഒന്നായിട്ട് കൂട്ടാനല്ല പറയുന്നത്, എല്ലാരും കൂടി ഇങ്ങോട്ട് വരും വേണ്ട, അത് വരാൻ സാധ്യതയില്ല. എങ്കിലും ഇന്നത്തെക്കാൾ ആകർഷിക്കത്തക്ക രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയുന്ന എന്താന്ന് പറയാൻ 2 വിദ്യാഭ്യാസമായി. അതിന് ശേഷം കണ്ടില്ലേ ഇന്നിപ്പോ എത്ര ഡോക്ടറേറ്റ് കിട്ടിയ കുട്ടികളെ നമ്മളെ കുട്ടികളെന്നത്. അപ്പോ ഇതൊക്കെ എങ്ങനെയാണ് മതവിദ്യാഭ്യാസം നേടിക്കൊണ്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സംവിധാനം യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ കാലത്തിനനുസരിച്ച മതവിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ എക്കാലത്തും നടന്നിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിലുള്ള അന്നത്തെ ഞാൻ പറഞ്ഞില്ല ആ കിതാബുകൾ ഓതി പഠിച്ചവർ അന്ന് ഏറ്റവും വലിയ പ്രഗത്ഭരാണ്. അന്നത്തെ സാധാരണക്കാരിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർ വളരെ ഉയർന്നവരാണ്. അന്നത്തെ മറ്റു ജാതികളിലേക്ക് നോക്കുമ്പോൾ ഇവർ ഉയർന്നവരാണ്. പിന്നെ ഒരു കാലം വന്ന് നമുക്ക് ലേശം ഒരു പിന്നോക്കാവസ്ഥ അങ്ങനെ വന്ന് എഴുത്തിലും പ്രസംഗത്തിലൊക്കെ ലേശം. അതൊരു 1960-കളിലൊക്കെ അല്പൊരു പിന്നോക്കാവസ്ഥ ഒരു പക്ഷെ ഉണ്ടായിരിക്കാം വാചാലന്മാരായ മറ്റു പ്രസ്ഥാനക്കാർ. ഇന്ന് മറ്റു പ്രസ്ഥാനക്കാരെ വാചാലതൊക്കെ ആകെ അസ്തമിച്ചിരിക്കണു. ഇപ്പൊ ഏതാണ് ആ ഇംഗ്ലീഷ് പ്രസംഗിച്ച മൂല്യരിറ്റി എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മറ്റ് യഥാർത്ഥ പറയാണ് മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ഇപ്പൊ അന്തം വിട്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ കൈകാര്യം ചെയ്യുന്ന ഓരോ സംഗതി വളരെ വലിയ വലിയ സംഗതികളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശമ്പളമാണെങ്കിലോ ദുന്യവിയായിട്ടാണ് ഞാൻ പറയുന്നത്, ഉസ്രവിയായിട്ടല്ല. ഗൾഫ് നാടുകളിലൊക്കെ പോയാല് ഈ +2 കഴിഞ്ഞാൽ എന്താ കിട്ടുക? അവിടെ ചെന്നുകാണ്ട് കുറെ ഹോട്ടലിൽ നിൽക്കുക, അല്ലെങ്കിൽ അറബി വീട്ടിൽ നിൽക്കുക, അല്ലാതെ വേറെ പണി കിട്ടൂല. അതേ സമയത്ത് നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിച്ച പോയ കുട്ടികൾ ഏറ്റവും ചുരുങ്ങിയത് ഓന് കിട്ടുന്ന പണി എന്താണെന്നറിയോ? കമ്പ്യൂട്ടർ സെന്ററിൽ അല്ലെങ്കിൽ ഒരു ചെറിയ പണി കിട്ടും, ഒരു 1500 പണിയിട്ടും. അങ്ങനെ 2 കൊല്ലം കഴിയുമ്പോൾ 2500 ആവും, 4 കൊല്ലം കഴിയുമ്പോൾ 3000 ആവും, ഒരു 5 കൊല്ലം ആകുമ്പോഴേക്കും സ്വന്തം ഉണ്ടാവും. ഇങ്ങേപ്പുറത്തെ കമ്പ്യൂട്ടർ സെന്ററോ ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ മുതലാളി എത്ര ആളാ. അതോടൊപ്പം ചില ആളുകളതാ ആ സമയത്തിന് എല്ലാം ഗവൺമെന്റ് സർവീസിലേക്കായിരുന്നു. അങ്ങനെ ഇന്ന് 15,000 18,000 ദിർഹമും റിയാലൊക്കെ ശമ്പളം പറ്റുന്ന പണ്ഡിതന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഇതൊരു കൊച്ചായ സംഗതിയല്ല. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആത്മീയമായ രംഗത്തേക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതൊക്കെ പരാജയമാവും. നമ്മൾ വളരെ പേടിക്കേണ്ട സമയമാണ്. മുൻഗാമികൾ എങ്ങനെയാണോ നന്നായത് അങ്ങനെ തന്നെ പിൻഗാമികൾ നന്നാവും. നമ്മുടെ സച്ചരിതരായ പണ്ഡിതന്മാർ ആത്മീയതയുടെ നിറകുടങ്ങളായി. ഇന്ന് നമ്മുടെ വേഷവിധാനങ്ങളും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ ആചാരങ്ങളും നമ്മുടെ അനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവരിൽ നിന്നും പലതും കടമെടുത്തോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുകയാണ്. അഥവാ ഇന്ന് യഥാർത്ഥം പറയുകയാണെങ്കിൽ നമ്മളും മുജാഹിദുകളും തമ്മിലൊരു ചെറിയ കേപ്പേ ഉള്ളൂ. ആ കേപ്പ് എന്താ അറിയുക? അവര് ആത്മീയത തീരെ അംഗീകരിക്കണില്ല. ഓല് കശ്വ കറാമത്ത് ആത്മീയത അങ്ങനെ സംഗതി ഇല്ല. നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ തസവുണ്ടോ അതിൽ പോലും നമ്മൾ കണക്കന്നെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പൊ യഥാർത്ഥം ഞാൻ പറഞ്ഞു, ഇപ്പൊ സുന്നി മുജാഹിദ് നമ്മളുടെ വ്യത്യാസം നമ്മളത് അംഗീകരിക്കുന്നുണ്ട്, അവരത് അംഗീകരിക്കുന്നില്ല. വേഷവിധാനം മുജാഹിദും ഉണ്ടാവും, ഒരു വലിയ ഇത്തരം രീതിയിലുള്ള തുണി, ഒരു കാര്യം ഒരു കോലും ചെയ്ത് തലന്ന് കുറെ മുൻകൂട്ടിയൊക്കെ കൂടിയായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മളെ കുട്ടികളുണ്ടാവും, ഒരു മൂർദാവിൽ തൊപ്പിട്ടിട്ടുണ്ടാവും. അതിങ്ങനെ ഉസ്താദ്മാരെ കാണുമ്പോഴേക്കും സമൂഹത്തെ കാണുമ്പോഴൊക്കെ ഉള്ളത് ആളൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ കിഴിക്കും വെക്കും. ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളത് വളരെ ദുര്യോഗമാണെന്ന് നമ്മൾ നേടുന്ന മതവിദ്യാഭ്യാസം അത് എന്തുകൊണ്ട് നമ്മൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല? ഞാനൊരു മതവിദ്യാർത്ഥിയാണ്, ഞാനൊരു മതപണ്ഡിതനാണ് എന്ന് ഉച്ചൈശ്വരം പ്രഖ്യാപിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മീയമായൊരു ശോഷണം നമ്മൾക്ക് സംഭവിച്ചുകൊണ്ടാണ്. അത് പൂർവ്വകാല പണ്ഡിതന്മാർക്കില്ലായിരുന്നു. ആ വിഷയം നമ്മൾ ചിന്തിക്കണം. നമ്മളുടെ ആ
ഇത് കാത്ത് സംരക്ഷിക്കുകയാണെങ്കിൽ എല്ലാ കൗമിനും നമ്മളെ പേടിയില്ല. ഇന്ന് നമ്മളതിന് തയ്യാറല്ല. അപ്പോ വിദ്യാഭ്യാസം ഉയർന്നിട്ടുണ്ട്, കുറച്ച് ഇംഗ്ലീഷ് ഭാഷയൊക്കെ സംസാരിക്കാൻ കഴിയുമ്പോഴേക്കും പിന്നെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന്, എനിക്ക് തലമലേശം മുടി വേണം, എനിക്ക് തലയിലൊന്നും കെട്ടാനാവൂല എന്നുള്ള ധാരണകളൊക്കെ തോന്നി തുടങ്ങുകയാണ്. അത് ശരിയല്ല. നമ്മളുടേതായ ആ ഐഡന്റിഫിക്കേഷൻ നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് വലിയ ഫയറുണ്ടാവും. ഒരിക്കല് ഒരു AP മൂല്യരാണ് എങ്കിലും പറയാം, അയാളെ സുന്ദരമായി ഇംഗ്ലീഷ് സംസാരിച്ചു ഒരു സ്ഥലത്ത് പോയി നല്ല പ്രസംഗം, കുറെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ബമ്പം പ്രസംഗം നടത്തി. അപ്പൊ അവിടുന്ന് എനിക്ക് വിളി വന്നു, അല്ല ഞമ്മക്ക് ഇങ്ങനത്തെ ആൾക്കാരൊന്നുമില്ലേ, ഏത് നമ്മളെ അടി ഉറച്ച ആളാണ്. അപ്പൊ അയാള് ഒരു സ്ഥലത്ത് പോയിട്ട്, ഞാൻ സ്ഥലം ഊരും പേരൊന്നും പറയേണ്ട കാര്യമില്ല, ഏതായാലും ഒരു സ്ഥലത്ത് പോയിട്ട് സുന്ദരമായി കുറച്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വിളിച്ചിട്ട് ഇംഗ്ലീഷിൽ ഒരു ക്ലാസ് എടുത്തു. അപ്പ വന്നു കുളിയിൽ പങ്കെടുത്ത ഒരാള്, അല്ല ഞമ്മക്ക് ഇങ്ങനത്തെ പണ്ഡിതന്മാരൊന്നുമില്ലേ. അയാൾ ശരിയായ പണ്ഡിത രൂപത്തിലാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ ആകർഷകരായി. അതേ സമയത്ത് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കട്ടെ, ചേരുപോലൊക്കെ മാറ്റിയിട്ടാണെങ്കിൽ അപ്പൊ പിന്നെ അതിൽ വാർത്തല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നാം യഥാർത്ഥത്തിൽ നമ്മൾ പഴമ നിലനിർത്തിക്കൊണ്ട് പുതുമയിലേക്ക് നീങ്ങണം. അതാണ് നമ്മൾ. അപ്പൊ നമ്മുടെ വൈകല്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വിഷയം അതാണല്ലോ. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അല്ലറ ചില്ലറ വൈകല്യങ്ങൾ ആത്മീയ രംഗത്തുള്ളതുണ്ട്. അതേ സമയത്ത് ഈ നേട്ടത്തിന്റെ പരമ്പര പറയുകയാണെങ്കിൽ ഒരുപാട് വലുതുമാണ്. അപ്പൊ നമ്മൾ ഇപ്പോൾ എന്ത് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മീയത നമ്മളെ തലമുറയിൽ സന്നിവേശിപ്പിക്കണം. അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ കൂട്ടായ്മയിലൂടെ എല്ലാ സ്ഥാപനങ്ങളിലും നടത്തണം. അത് ഉദവി സ്ഥാപനമായാലും വാഫി സ്ഥാപനമായാലും പള്ളി ദർശകളായാലും. പള്ളി ദർശകൾ സംഗതിയൊക്കെ ശരി തന്നെയാണ്. എനിക്കും അറിയാം, പള്ളി ദർശയിലെ കുറെ കുട്ടികളൊക്കെ ഒരു ദർശലാകുമ്പോ നല്ല കെട്ടുമുട്ടൊക്കെ ഇട്ട് പുറത്തിറങ്ങിയ പോലും അത് കാണുന്നില്ല. നമ്മൾ ആത്മീയതയുടെ വലിയ മകുടോദാഹരണങ്ങളായിട്ട് പള്ളി ദർശനം നമുക്ക് അവതരിപ്പിക്കാൻ കഴിയില്ല. കാരണം നമ്മളും പള്ളി ദർശനമൊക്കെ പഠിച്ചൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവരിലും അതിൻ്റെതായ മാറ്റങ്ങളുണ്ട്. എന്നാൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന മാതിരി മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ആചാരങ്ങളും വേഷവിധാനങ്ങളിലും കുറച്ചുകൂടി ബെറ്റർമെന്റ് ഉണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ പഴമ നിലനിർത്തിക്കൊണ്ട് പുതുമ നമ്മൾ സ്ഥാപിക്കണം. അതാ നമ്മൾ വേണ്ടത്. നമ്മൾക്ക് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വിജ്ഞാനങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസമായി കഴിഞ്ഞാൽ അത് ഇതിന്റെ മൂല്യം നഷ്ടപ്പെടും. ഇന്ന് അങ്ങനായി മാറുന്നുണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസമല്ല, നമ്മൾ ദീനീയ ഉലൂമാണ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഗൾഫ് നാടുകളിലൊക്കെ, ഏത് ഗൾഫ് നാട്ടിലാണെങ്കിലും മതവിദ്യാഭ്യാസം സ്കൂളുകളിൽ നടത്തുന്നുണ്ട്, നന്നായിട്ട് നടത്തുന്നുണ്ട്. ഒരിക്കൽ ഞാൻ അങ്ങനെ ഖത്തറിലെക്കുമ്പോണ്ട്, ഞാൻ താമസിക്കണീനെ തൊട്ടടുത്ത് ഒരു കച്ചറയിൽ കുടും നിറങ്ങുന്ന ഒച്ചയ്ക്ക്. അപ്പൊ ഞാൻ പോയി നോക്കി എന്താ സംഭവം. അപ്പൊ നോക്കുമ്പോ എന്താ പറയാ, ഈ സ്കൂൾ വിദ്യാർത്ഥികളെ ഓല പുസ്തകം കച്ചറി കൊണ്ടിടുക. ഞാനത് നോക്കി. അപ്പൊ നോക്കുമ്പോ എന്തൊക്കെയാ, തെർബിയത്തുൽ ഇസ്ലാമിയ, ഇൽമുൽ ഹദീസ്, മറ്റേത് മറിച്ചത്, ഇങ്ങനെയുള്ള നല്ല 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 കിതാബ്. എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ അതൊക്കെ കൂടി പൊറുക്കിയെടുത്ത് നേരെ പാർസലാക്കി അയച്ചു. 40 കിലോ ഉണ്ടായി നല്ല 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 ബുക്കുകൾ. അപ്പൊ എന്താ ഈ തെർബിയത്തുൽ ദീനിയ എന്നൊക്കെ പറഞ്ഞ പുസ്തകം മറിച്ചുപോ നോക്കിയിട്ടില്ല. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പഠനമാണ്. ഭൗതികതയുടെ ഇടയിൽ മതം കൂട്ടിച്ചേർത്തിരിക്കുക. 2 പീരീഡ് മതവിഷയങ്ങളാണ്, ബാക്കിയുള്ളതൊക്കെ ഭൗതികമാണ്. അപ്പോ ആ കൂട്ടിക്കലർത്തിയപ്പോ കുട്ടികളെന്തായി, ഭൗതികത്തിനും മതത്തിനും ഒരേ സ്ഥാനേ കൽപ്പിച്ചതുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പുസ്തകം എല്ലാ കൂട്ടത്തിൽ മതവിദ്യാഭ്യാസത്തിന്റെ പുസ്തകം വരുന്നു. ഇപ്പൊ ഗൾഫ് നാടുകളിലൊക്കെ വേറൊരു സിസ്റ്റം അതിലുണ്ട്. അങ്ങനത്തെ കുത്തുബുകളാണെങ്കിൽ എവിടുന്ന് കണ്ടാലും വേണ്ടില്ല, പള്ളിയിലൊക്കെ ഒരു പെട്ടി സ്ഥാപിച്ചിട്ടുണ്ട്. പല പള്ളികളിലും പട്ടി സ്ഥാപിച്ചില്ല. ആ പെട്ടിയിൽ സുന്തൂക്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കണം എന്നാണ്. UAE പല ഭാഗത്തുണ്ട് സുന്തൂക്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക. ഇത് ദീനി കുത്തുബുകൾ. അപ്പോ ഈ ഒരവസ്ഥ നമ്മളിലും മെല്ലെ മെല്ലെ വരുന്നുണ്ടോ? ഇൽമിനെ ബഹുമാനിക്കണം, അദബ് വേണം. അദബില്ലാതെ ഇൽമ് കിട്ടൂല. ഇന്ന് പഴയ കാലത്തൊക്കെ നമ്മൾ ദർശനമൊക്കെ ഓതിന കാലത്ത് എന്താ ചെയ്യും, തല തുറന്നിട്ടാലും വേണ്ടില്ല, മുണ്ടും കെട്ട് എടുത്തിട്ട് അയിമലെ നമ്മളെ കിതാബ് കൂടും. ഇന്ന് ഒരു കുട്ടിക്കും അങ്ങനത്തെ ഒരു പരിപാടി തന്നെ ഇല്ല. ഇട്ടോർത്തോടെ ഇൽമിനെ ബഹുമാനിക്കണം, കിതാബിനെ ബഹുമാനിക്കണം, ആദരിക്കണം. നമ്മൾ മനസ്സിലാക്കണം, ആ ആദരവില്ല ഞാൻ ഇൽമ കിട്ടൂല. ഇൽമ ആദരവോടെ കൂടി കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരുപാട് ശോഷണങ്ങൾ, അതുപോലെ തന്നെ ആദാബുകൾ, ജീവിതത്തിൽ പകർത്തേണ്ട ആദാബുകൾ. നമ്മൾ പല പ്രസ്ഥാനക്കാരെയും കുറ്റം പറയും, ഒക്കെ ശരിയായിരിക്കാം കുറ്റം പറയുന്നതൊക്കെ. പക്ഷെ അവരിൽ നിന്ന് നമ്മൾ ചില മനസ്സിലാക്കിയെടുക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ പോയാൽ
8 ദിവസം കൊണ്ട് അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഒരു 8 ദിവസം ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ മുജാഹിദ് ജമാഅത്തല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതല്ലാത്ത AP അല്ല, APക്ക് ആവശ്യത്തിന് കണക്കന്നെ, അതല്ലാത്ത ഇവിടെ നിലനിൽക്കുന്ന ചില തബ്ലീഗ് പ്രസ്ഥാനങ്ങൾ, അതുപോലെ തെരീഖത്ത്, ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുടെ കൂടെ ഒരു 8 ദിവസം നടന്നു കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ട് വന്നിട്ട് ആകെ മാറി. അവൻ ഡോക്ടറാവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, നീളക്കുപ്പായും ജുബ്ബിയും തലീകെട്ടും എല്ലാം കൂടിയിട്ടാണ് നടക്കുന്നത്. നിങ്ങൾ നോക്കണം, വലിയ ഡോക്ടറാണ്, വേൾഡ് ഫേമസ് ഡോക്ടറാണ്. അയാൾക്ക് തലീകെട്ടിട്ട യാതൊരു മടിയില്ല, നീളക്കുപ്പായിട യാതൊരു മടിയില്ല. നിങ്ങൾ ആലോചിച്ചോടെ, പെരുത്ത താടി വെക്കാനും യാതൊരു മടിയില്ല. അയാൾ ലോക പ്രസിദ്ധ ഡോക്ടറാണ്. അതേ സമയത്ത് നമ്മളാളുകൾ എന്താ ചിന്തിക്കണമെന്ന് അറിയോ? അതൊക്കെ ഇപ്പൊ ഒരു ഔട്ട് ഓഫ് ഫാഷനാണ്. അപ്പൊ അതുകൊണ്ട് ഈ ജാതി ഇതുകൊണ്ട് തന്നെ ഇന്ന് പല ആളുകളും നമ്മൾ എത്ര തടുത്തു നിർത്തിയിട്ടും നമ്മൾ പറയുന്നല്ലോ, നമ്മളൊക്കെ എതിർത്തു, തകർന്നു. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ഇന്നും പല തെരീഖത്തിലേക്കും ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിൽ. എനിക്കറിയാം, ഇപ്പൊ ഈ നൂരിഷ തെരീഖത്തിന്റെ പ്രവർത്തകന്മാര് സൗദി അറേബ്യയിൽ, ജിദ്ദയിലും മക്കയിലൊക്കെ വമ്പൻ ക്ലാസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൽ ഒരുപാട് ആളുകളുണ്ട്. ഞാനിന് എന്റെ പേരിൽ ഒരാൾ വിട്ടുപോയിക്കണം. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, എനിക്ക് വലിയ ഒരു ദുഃഖമുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ ഷാർജയിൽ ചെന്നപ്പോ എന്നോട് ഒരാൾ പറഞ്ഞു, നമ്മളെ ഉള്ളൊരാളാ, ഇവനിങ്ങനെ എല്ലാവരും യോഗത്തിനും പോകും, ജമാഅത്തിന്റെ യോഗത്തിനും പോകും, മുജാഹിദിന്റെ യോഗത്തിനും പോകും, തബ്ലീഗിന്റെ യോഗത്തിനും പോകും, ഇവനെ സുന്നിയിലൊന്ന് അരക്കിട്ട് ഉറപ്പിക്കണം, അതിനെന്താ മാർഗം എന്ന് ചോദിച്ചു. നിങ്ങളെ പുസ്തകമൊക്കെ ഒന്ന് കൊടുക്കുക. ആയിക്കോട്ടെ, ഞാൻ എന്റെ തെരീഖത്തും തസവുഫും തെരീഖത്തും പറഞ്ഞ പുസ്തകം ഒരു കൊടുത്തു. അങ്ങനെ ഈ പുസ്തകം ഇയാൾ 4 പ്രാവശ്യം വായിച്ചു. 4 പ്രാവശ്യം വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെ പുസ്തകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഒരു തെരീഖത്ത് വേണമെന്നുള്ളവർക്ക് ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ആയിക്കോട്ടെ എന്നാണ്, വിരോധമല്ല, നല്ല തന്നെയാണ്. ഏത് തെരീഖത്തിലെ ഞാന് ഒരു മുറബിയായ ഷേഖിന് വേണ്ട ചില ഗുണങ്ങളൊക്കെ ഞങ്ങളതിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ ദുബൈയിൽ ഒരു മഹാന് വന്നിരുന്നു, അയാളുടെ ഇതിൽ കണ്ടു. അപ്പൊ ഞാൻ അയാളേക്ക് ബയ്യത്ത് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ തിരുത്തി പറഞ്ഞു, ഏതാണ് തെരീഖത്ത് വെച്ചു? തെരീഖത്ത് ഖാദിരിയ ചിശ്തിയ തെരീഖത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു, തരീഖത്ത് ഖാദിരിയ ചിശ്തിയൊക്കെ ആണെങ്കിൽ തന്നെയും അത് കൊണ്ടെടുക്കുന്ന ആൾക്കാർ ആരാണെന്നുള്ള അതൊന്നും നോക്കേണ്ടതുണ്ട് എന്നല്ല. ഇല്ല, ആരിഫുദ്ദീൻ ജീലാനിയാണ് വലിയ മഹാനാണ്. മൂപ്പരായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആത്മീയമായ മാറ്റങ്ങളും ഒരു നിർവൃതിയും കിട്ടും. പോകാനുള്ള സാധ്യതയുള്ള ആൾക്ക് നമ്മൾ ഫ്രീ പറ്റിയതിപ്പോ കണ്ട ആളാണ് ആരിഫുദ്ദീൻ ജീലാനി. മൂപ്പര വയ്യ ആത്മീയ വിടവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇതാണെന്ന് നമ്മൾ പരിഹരിക്കണം. നമ്മുടെ വിദ്യാർത്ഥികളിലൂടെയും നമ്മുടെ സമൂഹത്തിലൂടെയും. ഇപ്പൊ നമ്മളിതാ മജ്‌ലിസ് നൂർ, അത് അൽഹംദുലില്ലാഹ് അതൊരു നല്ല തുടക്കമാണ്. ആ തുടക്കം കൊണ്ട് ഒരു വലിയ മാറ്റങ്ങൾ ജനങ്ങളിൽ, വലിയ മാറ്റം ഞാൻ പറഞ്ഞില്ല, എന്നാലും ചെറിയ മാറ്റം, ഭാവിയിൽ വലിയതായി പോകും മാറ്റം കാണുന്നുണ്ട്. എന്താ കാരണം? അത് നമ്മളിൽ സംഭവിച്ച ആത്മീയ വിടവിന്റെ ചെറിയൊരു പരിഹാരമാണ്. സമൂഹത്തിൽ വന്ന ആത്മീയമായ വിടവിന്റെ ചെറിയൊരു പരിഹാരം ഈ മജ്‌ലിസ് നൂർ കൊണ്ട് നമ്മൾ നേടിക്കഴിഞ്ഞു. അപ്പൊ മനുഷ്യരുടെ മനസ്സ് എവിടെയാണ് നമ്മൾ കാണാം. നമ്മൾ പ്രസംഗിച്ചുകൊണ്ട് മാത്രം കഴിയില്ല, മനുഷ്യ മനസ്സുകൾ വിലയിരുത്താൻ നമ്മൾക്ക് കഴിയണം. അപ്പൊ മനുഷ്യ മനസ്സുകൾ നമ്മൾ വിലയിരുത്തി. ആ വിലയിരുത്തിയപ്പോൾ നമ്മൾക്ക് മനസ്സിലായത് എന്താ? പഴമയിൽ തന്നെയാണ് ആളുകൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത്. നമ്മൾ മജ്‌ലിസ് നൂർ സ്ഥാപിച്ചു. എപ്പോഴും മജ്‌ലിസ് നൂറിൽ ആൾ കൂടി വരുന്ന റിപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എവിടെ കുറഞ്ഞു എന്നല്ല, പുതിയടത്ത് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിന്റെ കാരണം? ഒരു ആത്മീയ വിടവ് നമ്മൾ നികത്തണം. നമ്മൾ ചില സ്ഥാപനങ്ങളിലൊക്കെ കുട്ടികളെ പുറത്താക്കണം, അങ്ങോട്ടാക്കണം, ഇങ്ങോട്ടാക്കണം. ഇതിനു മുമ്പ് ഇവർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പിന്നിൽ പോയി? എന്താ പോലെ? കാരണം അവർക്ക് അനുഭവപ്പെട്ട ആത്മീയതയുടെ അഭാവമാണ്. അപ്പൊ ഇന്നും നമ്മളിപ്പോ ഇങ്ങനെ കുറെ വളർത്തിയിട്ടുണ്ട്, പല സിസ്റ്റങ്ങളായിട്ടും പല സ്ട്രീമുകളായിട്ടും ഇങ്ങനെ വളർത്തിയിട്ടുണ്ട്. ഇത് നാളെകളിൽ എവിടെ എത്തുക എന്നുള്ളത് ആശങ്ക നമ്മളിലുണ്ട്. കാരണം ആത്മീയത സന്നിവേശിപ്പിക്കാതെ കുട്ടികളെ വളർത്തിയെടുത്താൽ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് നമ്മുടെ ഇൽമുകളൊക്കെ വെറും ഉപരിപ്ലവമായി മാറിയിരിക്കുകയാണ്. ആന്തരികമായതോ ഉള്ളിൽ ഇറങ്ങിച്ചെന്നതോ അല്ല, പരീക്ഷ എഴുതാൻ വേണ്ടിയുള്ള വിജ്ഞാനം മാത്രമായി പരിണമിച്ച ഈ ഘട്ടത്തിൽ നാളെകളിൽ ഇതിന്റെ നീക്കങ്ങൾ ഏത് വഴിക്കാവും എന്ന് വളരെ ആശങ്കപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ കാലഘട്ടം വളരെ നമ്മൾ ആശങ്കപ്പെടേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് പഴമ നിലനിർത്തിക്കൊണ്ട് ആ ഒരു പുതുമ സൃഷ്ടിച്ചുകൊണ്ട് ആ പഴമയുടെ രൂപത്തിൽ തന്നെ നൂതനമായ മാർഗങ്ങളിലൂടെ നമ്മൾ നീങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ ഭാവി ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഒരു വലിയ ഭാവി നമ്മൾക്ക് പ്രദാനം ചെയ്യട്ടെ.
നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളൊക്കെ വളർച്ചയിലും ഉയർച്ചയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കട്ടെ, തലമുറയ്ക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.